പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ സ്റ്റീഫൻ കണ്ണൂർ. ഇന്ന് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് പ്രിയപ്പെട്ട ഫ്രാൻസിസ് പാപ്പയുടെ 1-ാം ചരമ ദിനമാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ചെയ്യാനായിട്ട് പറ്റിയില്ല. പക്ഷെ ഇന്നെന്തായാലും ഈ വീഡിയോ ചെയ്യണമെന്നുള്ള വലിയൊരു ആഗ്രഹത്തോടു കൂടി തന്നെ ഈ വീഡിയോ ചെയ്യുകയാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫ്രാൻസിസ് പാപ്പ ദൈവകരുണയുടെ ഒരു പാപ്പയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഫ്രാൻസിസ് പാപ്പയെ ഓർക്കുമ്പോൾ ദൈവകരുണയെപ്പറ്റി ഓർക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഫ്രാൻസിസ് പാപ്പ ദൈവകരുണയുടെ ഒരു അസാധാരണ ജൂബിലി വർഷം പ്രഖ്യാപിച്ച പാപ്പയാണ്. സാധാരണ ജൂബിലി വർഷങ്ങൾ 25 വർഷം കൂടുമ്പോൾ സംഭവിക്കുമ്പോൾ, എന്നാൽ 2016 അസാധാരണമായിട്ടുള്ളൊരു സമയത്ത്, അതായത് സാധാരണയായിട്ട് വരുന്ന 25 വർഷം അല്ലാതിരുന്ന സമയത്ത് ഒരു ജൂബിലി വർഷം പ്രഖ്യാപിച്ച പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ. ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല ഫ്രാൻസിസ് പാപ്പ ബുദ്ധിയിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്തതാണെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. ഫ്രാൻസിസ് പാപ്പ ജൂബിലി വർഷം, കരുണയുടെ അസാധാരണ ജൂബിലി വർഷം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പലവട്ടം പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചിട്ടുണ്ടാകാം. ഈ സമയത്ത് ജൂബിലി വർഷം അല്ലല്ലോ, പ്രിയ പരിശുദ്ധാത്മാവെ പറഞ്ഞു തരൂ, ഈ സമയത്ത് എന്തിനിങ്ങനെയൊരു ജൂബിലി വർഷം പ്രഖ്യാപിക്കണം എന്നൊക്കെ പലതവണ ഫ്രാൻസിസ് പാപ്പ പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചിട്ടുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, ആ ആലോചന, പരിശുദ്ധാത്മാവ് നൽകിയ അനുവാദം അതുപ്രകാരം തന്നെ ആയിരിക്കും സാധാരണമല്ലാത്ത സമയത്ത്, അസാധാരണ സമയത്ത് ഒരു ജൂബിലി, ദൈവകരുണയുടെ ജൂബിലി ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിക്കുന്നത്. എനിക്കിത് ഓർക്കുമ്പോൾ സുവിശേഷത്തിലെ ഒരു ഭാഗമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഈശോ സമയമല്ലാത്ത സമയത്ത് അത്തിപ്പഴം തേടി അത്തിമരത്തിൻ്റെ ചൂട്ടിലേക്ക് പോയ ഒരു കഥ നമ്മൾ വായിക്കുന്നുണ്ട്. ആ സംഭവമാണ് എനിക്ക് ഈ ഫ്രാൻസിസ് പാപ്പയുടെ അസാധാരണ ജൂബിലി വർഷം 2016 പ്രഖ്യാപിക്കുന്നതിനെ പറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ഫ്രാൻസിസ് പാപ്പയാണ് ഇത് കരുണയുടെ യുഗമാണെന്ന് പ്രഖ്യാപിച്ചൊരു പാപ്പ. ഇത് കരുണയുടെ യുഗമാണ്. ഈ സമയത്ത് കരുണയിൽ നിന്ന്, ദൈവത്തിൻ്റെ കരുണയിൽ നിന്ന് നിങ്ങൾ ധാരാളം കോരിക്കുടിക്കുക, കരുണയുടെ ഉറവയിലേക്ക് കടന്നു വരാനായിട്ട് ഉദ്ബോധിപ്പിച്ച ഒരു പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ. ഈ ഫ്രാൻസിസ് പാപ്പ താൻ മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് സ്വീകരിച്ച ആപ്തവാക്യം തന്നെ കരുണയാൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ്. കരുണയാൽ തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ ദൈവകരുണയുടെ ഒരു പാപ്പ എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ പറ്റുന്നൊരു പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ. നമുക്കറിയാം, വിശുദ്ധനായ ജോൺ പോൾ 2 പാപ്പയാണ് ദൈവകരുണയുടെ പാപ്പ എന്ന് വിളിക്കുന്നതെന്ന്. എങ്കിലും ഫ്രാൻസിസ് പാപ്പയെ ഒട്ടും മോശമല്ല, പിന്നാലെ വന്നവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഈ പാപ്പയുടെ ദിവസത്തിൽ ദൈവകരുണയുടെ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു വീഡിയോ ആണ്, പക്ഷെ ചെയ്യാൻ പറ്റിയില്ല, അതാണ് പോയി. പക്ഷേ ഇന്നത്തെ ദിവസം ഫ്രാൻസിസ് പാപ്പയുടെ ഈ ഓർമ്മ ദിവസത്തിൽ തീർച്ചയായിട്ടും ചെയ്യണം തന്നെ തോന്നി. അല്ലെങ്കിൽ ഫ്രാൻസിസ് പാപ്പയും അതിനു മുമ്പ് വന്ന മാർപ്പാപ്പമാരും ഒക്കെ നമുക്ക് തന്ന ആ ഒരു വലിയൊരു ചൈതന്യം, വലിയൊരു കൃപ, അത് ഈ സമൂഹത്തിൽ ചവിട്ടി മെതിക്കപ്പെടുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ട്, ഒരു സങ്കടമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സങ്കടത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ സങ്കടത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പാണ് ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിച്ചത്. കേരളസഭ വളരെ മനോഹരമായിട്ട് ഈ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിച്ചു. ഇങ്ങനെ കേരളസഭ മനോഹരമായിട്ട് ഈ തിരുനാൾ ആഘോഷിച്ചപ്പോൾ തന്നെ അന്നത്തെ ദിവസം, ഈ ദൈവകരുണ തിരുനാൾ ദിവസം, എനിക്ക് പ്രിയപ്പെട്ട ഒരു സഹോദരൻ എനിക്ക് വീഡിയോ അയച്ചതെന്ന് പറഞ്ഞു, ബ്രദറെ, നമ്മൾ ഈ സീറോ മലബാർ കത്തോലിക്കർ ഇങ്ങനെയൊരു ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കേണ്ടതുണ്ടോ? ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇത് നമുക്ക് ചേർന്നതാണോ? നമുക്ക് ഈ ലത്തീൻ സഭയുടെ ഈ ആചാരങ്ങൾ, ഈ ആഘോഷങ്ങൾ നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് വീഡിയോ അയച്ചു തന്നു. ആ വീഡിയോ ബഹുമാനപ്പെട്ട ജോസ് മാണിപ്പറമ്പിലച്ചൻ്റെ വീഡിയോ ആണ്. ബഹുമാനപ്പെട്ട ജോസ് മാണിപ്പറമ്പിലച്ചൻ്റെ വീഡിയോകൾ ഇതിനു മുമ്പേ പലതും കണ്ടിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥിയുടെ ഒരു കൗതുകത്തോടെ ഞാൻ പല വീഡിയോകളും കേട്ടിട്ടുണ്ട്, പലതും ആവശ്യമുള്ളത് സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാം ഒന്നും എനിക്ക് അച്ഛൻ പറഞ്ഞതിനോട് യോജിപ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്നും സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഈ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക്
തീർച്ചയായിട്ടും ഇതിനോട് പ്രതികരിക്കണമെന്ന് തോന്നി. പക്ഷേ അത് പ്രതികരിക്കാനായിട്ട് ആ ദിവസങ്ങളിൽ സാധിച്ചില്ല. എങ്കിലും ഇന്ന് ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് പാപ്പായ്ക്കുള്ള ഒരു ട്രൈബ്യൂട്ടായിട്ട് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ആദ്യം അച്ഛൻ നമ്മളോട് പങ്കുവച്ച ആ വീഡിയോ എന്താണെന്നൊന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ സോളമിനിറ്റ് എന്ന് പറഞ്ഞ കർത്താവിന്റെയും പരിശുദ്ധ കന്യകാമരത്തിന്റെയും തിരുനാളുകൾ സോളമിനിറ്റ്, മഹോത്സവം എന്ന് പറയും. പിന്നെ അതിനേക്കാൾ കുറച്ച് താഴെയുള്ളത് ഫീസ്റ്റ് എന്ന് പറയും, തിരുനാളുകൾ. അതിനേക്കാളും താഴെയുള്ളതാണ് ഓർമ്മ തിരുനാൾ. ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പസ്തോലന്മാരുടെ എല്ലാം ഫീസ്റ്റാണ്. പ്രാധാന്യം അനുസരിച്ചാണ് ഈ മഹോത്സവങ്ങൾ, തിരുനാളുകൾ, ഓർമ്മ തിരുനാളുകളൊക്കെ സോളമിനിറ്റി, ഫീസ്റ്റ്, മെമ്മോറിയൽ ഒക്കെ ആഘോഷിക്കുന്നത്. അച്ഛൻ തന്നെ സോളമിനിറ്റി, ഫീസ്റ്റ്, മെമ്മോറിയൽ ഇതിനെ പറ്റിയുള്ള ഒരു ക്രമം, ഒരു പ്രാധാന്യം എങ്ങനെയാണെന്നുള്ളത് വിശദീകരിച്ചല്ലോ. ദൈവകരുണയുടെ തിരുനാളിനെ ഒരു സോളമിനിറ്റി ആയിട്ടാണ് പറയുക. അത് കർത്താവിൻ്റെ തിരുനാളാണ്. കർത്താവിൻ്റെ തിരുനാളൊക്കെ സോളമിനിറ്റികളാണ്. തോമസ് ലേയുടെ ഫീസ്റ്റ് ജൂലൈ 3-നാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. പുതിയ ഞായറാഴ്ച തോമസ് ലേയുടെ ഒരു ഓർമ്മ തിരുനാളാണ്. ഇതിൻ്റെ പ്രാധാന്യം ഞാൻ പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ പറയുകയല്ല ചെയ്യുന്നത്. അച്ഛനത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രം, ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. തോമസ് ലേഹ നമ്മുടെ പ്രിയപ്പെട്ട പിതാവാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവാണ്. അതുകൊണ്ട് തോമസ് ലേഹായെ അച്ഛൻ പറഞ്ഞതുപോലെ ഇങ്ങനൊരു കാറ്റഗറൈസ് ചെയ്യാനായിട്ട് ഞാനില്ല. പക്ഷെ അച്ഛൻ കാറ്റഗറൈസ് ചെയ്ത് വെച്ചത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു എന്ന് മാത്രം. ബാക്കി കേൾക്കാം. ഈ 1930 ഡയറിയില് സിസ്റ്റർ ഫൗസ്തീന ഇങ്ങനെ എഴുതി വെച്ചു. അവർക്കൊരു ദർശനം ഉണ്ടായി. ഈ തിരുവുത്ഥാനം കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച കരുണയുടെ ഞായറായി ആഘോഷിച്ചിരുന്നെങ്കിൽ എന്ന് അവർക്ക് ഒരു ദർശനം. അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ, തിരുവുത്ഥാനം കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാളായി ആഘോഷിച്ചിരുന്നെങ്കിൽ എന്ന് ഫൗസ്റ്റീന പുണ്യവതിക്ക് ഒരു ദർശനം ഉണ്ടായി. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ഒരു ദർശനം ഉണ്ടായി. അച്ഛൻ ഈ ദൈവകരുണയുടെ തിരുനാളിനെ പറ്റിയിട്ട് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഞാൻ വിനയപൂർവ്വം ചോദിക്കുകയാണ്. അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ മുകളിൽ നിന്ന്, അങ്ങനെ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്കുണ്ടായ വെറും ഒരു ആഗ്രഹത്തിൻ്റെ മുകളിൽ നിന്നാണോ ഈ ദൈവകരുണയുടെ തിരുനാൾ ഉണ്ടായത്? അച്ഛൻ വല്ലപ്പോഴും ഒക്കെ ആ ഡയറിയൊക്കെ എടുത്ത് വായിച്ചു നോക്കണം. അച്ഛാ, ഈശോ തന്നെ ആവശ്യപ്പെട്ടതാണ്. ഈശോ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് വിശുദ്ധ ഫൗസ്റ്റീന ദൈവകരുണ ഡയറിയിൽ ഈ വാക്യങ്ങൾ എഴുതി ചേർത്തത്. ഈ ദൈവകരുണ ഡയറി സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചൊരു പുസ്തകം. അച്ഛാ, അച്ഛൻ ആ പുസ്തകത്തെയാണ് തള്ളിപ്പറയുന്നത്, സഭയെയാണ് തള്ളിപ്പറയുന്നത്. സഭ അംഗീകരിച്ചൊരു പുസ്തകത്തെ തള്ളിപ്പറയുമ്പോൾ അച്ഛൻ സഭയെ തന്നെയാണ് തള്ളിപ്പറയുന്നത്. എന്താ അച്ഛൻ ഇങ്ങനെ? അച്ഛൻ വലിയ പണ്ഡിതനല്ലേ? എന്നിട്ട് അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ ആയിപ്പോയെ? എന്നിട്ട് വീണ്ടും അച്ഛൻ തുടരുകയാണ്. അടുത്ത് കേട്ടു. 2000 ആണ്ടിലെ ഏപ്രിൽ മാസം 30 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ തിരുവുത്ഥാനം കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച കരുണയുടെ ഞായറായിട്ട് ആഘോഷിക്കാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് കരുണയുടെ ഞായർ, ദ സൺഡേ ഓഫ് മേഴ്സി എന്ന് ഈ ഓർദോയില്, ലത്തീൻ സഭയുടെ ഓർദോയിൽ എഴുതിയിട്ടുണ്ട്. വീണ്ടും കേട്ടല്ലോ, നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, എന്നാ പിന്നെ ഇത് ദൈവകരുണയുടെ ഞായറായിട്ട് അങ്ങ് ആഘോഷിക്കാമെന്ന് പറഞ്ഞു. അത് വീണ്ടും ആവർത്തിക്കണം, പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ ആയി. എന്താ അച്ഛ ഇങ്ങനെ? എനിക്ക് വളരെ കൂപ്പുകയോടുകൂടി അച്ഛനോട് ചോദിക്കുകയാണ്, വളരെ വിനയപൂർവ്വം ചോദിക്കുകയാണ്, എന്താ അച്ഛ ഇങ്ങനെയാണോ ആകേണ്ടത്? അച്ഛനെ പോലെയുള്ള ഒരു പണ്ഡിതനായിട്ടുള്ളൊരു വൈദികരിൽ നിന്ന് ഇതൊന്നുമല്ല ദൈവജനം പ്രതീക്ഷിക്കുന്നത്. ഇനിയും കേൾക്കാം. ലോകത്ത് ഒരിടത്തും കാണാത്തൊരു രീതി നമ്മുടെ കേരളത്തിലും ഭാരതത്തിലും ഉണ്ട്. എന്താണ്? കരുണയുടെ ഞായർ എന്നുള്ള പുതുഞായറാഴ്ച എന്നുള്ള തിരുനാൾ മാറ്റിയിട്ട് കരുണയുടെ ഞായറിന് വേണ്ടി നൊവേന കഴിഞ്ഞ പെസക വ്യാഴാഴ്ച തുടങ്ങി. പെസക വ്യാഴം, ദുഃഖവെള്ളി, ദുഃഖശനി, ഞായറാഴ്ച തുടങ്ങി 9 ദിവസം നീണ്ടു നിൽക്കുന്ന നൊവേന, കരുണയുടെ ഞായറിന് ഒരുക്കമായിട്ടുള്ള നൊവേന. ഏതാണ്ട് കരുണയുടെ ഞായറാണ്, സിസ്റ്റർ ഫൗസ്തീന പറഞ്ഞ കരുണയുടെ ഞായറാണ് പരിശുദ്ധ തൃത്വത്തെക്കാൾ, നമ്മുടെ കർത്താവിനേക്കാൾ, തോമാസയേക്കാൾ, തിരുവചനത്തെക്കാൾ കേമം എന്ന മട്ടിലാണ് നമ്മുടെ നാട്ടിൽ നടക്കണേ. അച്ഛൻ പറയുന്നത് കേട്ടില്ലേ? നമ്മളെ ദൈവകരുണ തിരുനാളിന് വേണ്ടിയിട്ട് നൊവേന ചൊല്ലുന്നു കേരള സഭ. കേരളത്തിലെ ആൾക്കാർ നൊവേന ചൊല്ലുന്നു. എന്തോ വലിയൊരു സംഭവം കേരളത്തിലെ ആൾക്കാർ കാണിച്ചു തന്നിരിക്കുന്നു. ഇത് ലോകത്ത് എവിടെയില്ലാത്തൊരു സംഗതിയാണ്. ഈശോയേക്കാൾ വലുത് ദൈവകരുണയുടെ തിരുനാളാണ്, ദൈവകരുണ നൊവേനയാണെന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്.
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദൈവകരുണയുടെ നൊവേന ഈ തിരുനാളിനൊരുക്കമായി ചൊല്ലണമെന്ന് പറഞ്ഞത് ആരാ? വിശുദ്ധ ഫൗസ്റ്റീൻ ഡയറിയുടെ 1209 ഗണ്ണിക മുതൽ 1229 ഗണ്ണിക വരെ ഈശോയാണ് ഈ നൊവേന ചൊല്ലണമെന്ന് ആവശ്യപ്പെട്ടത്. മാത്രമല്ല, ദൈവകരുണയുടെ നൊവേനയുടെ മറ്റൊരു പ്രത്യേകത, സാധാരണ നൊവേനകളിൽ കാണാത്തതുപോലെ സാധാരണ നൊവേനകളിൽ നമ്മൾ നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവകരുണയുടെ നൊവേനയിൽ നമ്മൾ ഈശോയുടെ നിയോഗത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു നൊവേന ഉണ്ടാകണമെന്നുള്ളത് ഈശോയുടെ ആഗ്രഹമായിരുന്നേ, അല്ലാതെ കേരളത്തിലെ ഏതാനും കത്തോലിക്കർക്ക്, ദൈവകരുണയുടെ ഭക്തി അങ്ങ് തലയ്ക്ക് മൂത്ത കത്തോലിക്കർക്ക് തോന്നിയ ഒരു ചിന്തയല്ലെന്നേ ഇത്. എന്താ ഇങ്ങനെ? നമുക്ക് വീണ്ടും കേൾക്കാം. ഏറ്റവും ഉയർന്ന വിശ്വാസ സത്യമാണ് തോമസ് ലീഹ പറഞ്ഞത്. യേശുവിനെ നോക്കി ഉത്ഥാനം ചെയ്ത് യേശുവിനെ നോക്കി എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ എലോഹിം, എന്റെ യാഹ്വേ എന്ന് വിളിച്ചത്. അതിനേക്കാൾ ഉയർന്നൊരു ഒരു വിശ്വാസ പ്രഖ്യാപനം ബൈബിളിലില്ല, സഭയിലില്ല, ലോകത്തില്ല. അതിനെല്ലാം മാറ്റിമറിക്കുന്ന തരത്തിൽ സിസ്റ്റർ ഫൗസ്തീനയെ കുറിച്ചും കരുണയുടെ ഞായർ എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ ഫൗസ്തീനയ്ക്കുണ്ടായ ദർശനത്തെക്കുറിച്ചും പ്രസംഗിക്കുകയും നൊവേന നടത്തുകയും ചെയ്യുന്ന തെറ്റായ ഒരു ഭക്തിയുടെ രീതി ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വന്നിരിക്കുന്നു. സീറോ മലബാർ സഭയിൽ പെട്ട ആളുകൾ അതാണെന്ന് അഭിമാനിക്കുന്നവർ തന്നെ ഈ ഇന്ത്യയിൽ വന്ന തോമാസ് ലീഹ വന്ന് ആ പ്രാധാന്യം, അത്രയും പ്രാധാന്യത്തോടെ ഭാരതീയർ ആഘോഷിക്കേണ്ട തിരുനാള് ഈ പുതുഞായറാഴ്ച അത് മാറ്റി കരുണയുടെ ഞായറാക്കാൻ മത്സരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു കെണിയുണ്ട് എന്ന് തിരിച്ചറിയാണ്. അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ, നമ്മളൊരു തെറ്റായ രീതിയാണ് ചെയ്യുന്നത്. വിശുദ്ധ ഫൗസ്റ്റീനെ കുറിച്ച് പ്രസംഗിക്കുന്നു, ദൈവകരുണയുടെ ഞായറിനെ പറ്റി പ്രസംഗിക്കുന്നു. അത് പുതുഞായറാഴ്ച തോമാസ് ലീഹായെ നമ്മളങ്ങ് ചവിട്ടി താത്തി മാറ്റി നിർത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താ ഇതല്ലേ? ഇതിന്റെ മറുപടി ഞാൻ വീഡിയോയുടെ അവസാനം ഇതിനുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള മറുപടി സഭയിൽ നിന്ന് തന്നെ, സിറോ മലബാർ സഭയിൽ നിന്ന് തന്നെ തരുന്നതാണ്. ഇതിന്റെ അവസാനം ഞാൻ ചേർക്കുന്നുണ്ട്, അതും കൂടി നിങ്ങൾ കേൾക്കണം, മുഴുവൻ കേൾക്കണം കേട്ടോ. തോമാസ് ഇന്ത്യയിൽ വന്നിട്ടില്ല എന്ന നിരീശ്വരവാദികളുടെയും സഭാവിരുദ്ധരുടെയും പ്രചരണത്തിന് ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പുതു ഞായറാഴ്ച എന്നുള്ള ആ സംഗതി മാറ്റി കരുണയുടെ ഞായർ ആഘോഷിക്കുന്നത്. അച്ഛൻ പറയുന്നത് ഇതൊരു കെണിയാണെന്നാണ്. ഈ കെണിയിൽ പെട്ടുപോയവരാണ് ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്നതെന്ന് അച്ഛൻ പറയുന്നത്. തോമാസ് ലീഹ ഇന്ത്യയിൽ വന്നിട്ടില്ല എന്ന് വാദിക്കുന്ന നിരീശ്വരവാദികളുടെയും അങ്ങനെ വാദിക്കുന്ന ആൾക്കാരുടെയും കെണിയിൽ പെട്ടുപോയവരാണ് ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. അച്ഛൻ്റെ ഒരു ഉപദേശം കൂടി ഉണ്ട് കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം. അച്ഛൻ്റെ ഉപദേശം ഇതാണ്: ഇന്ത്യയിലെ ലത്തീൻ കത്തോലിക്കര് പുതുഞായർ ആഘോഷിക്കരുത്, അത് കരുണയുടെ ഞായറെ ആഘോഷിക്കാവുള്ളൂ. കാരണം നിങ്ങൾ ഇന്ത്യയിൽ വന്നിരിക്കുകയാണ്, ഇന്ത്യക്കാരാണിപ്പം. ഇന്ത്യക്കാര് മാർപ്പാപ്പ പറഞ്ഞതൊന്നും നിങ്ങൾ അനുസരിക്കരുത്. നിങ്ങൾ കരുണയുടെ ഞായർ മാറ്റിവെക്കണം, നിങ്ങൾ പുതുഞായറെ ആഘോഷിക്കാവുള്ളൂ. ഇന്ത്യയിലെ ലത്തീൻ സഭക്കാര് പുതുഞായറാണ് ആഘോഷിക്കേണ്ടത്, കരുണയുടെ ഞായറല്ല. കരുണയുടെ ഞായർ അത് പോളണ്ടിൽ ആഘോഷിച്ചോട്ടെ. ഇത് ശരിക്കും പറഞ്ഞാൽ മതമേലധ്യക്ഷന്മാരാണ് ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് ഇതിനൊന്നും നേരമില്ലല്ലോ. അവർക്ക് ആകെ കൂടി നേരം കിട്ടുന്നത് FCR പോലുള്ള പ്രശ്നം വരുമ്പോൾ മാത്രമാണ്. ഈ ഇങ്ങനെയുള്ള കെണികൾ കാണുമ്പോഴോ അല്ലെങ്കിൽ ലിറ്ററേച്ചറെ കുറിച്ചുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർ ഒറ്റക്കെട്ടല്ല. മറ്റ് കാര്യങ്ങൾ വരുമ്പോഴാണ് അവർ ഒറ്റക്കെട്ടാകുന്നുള്ളൂ. അതൊരു അവരുടെ കർത്താവ് ചോദിക്കട്ടെ. അവർക്ക് വെളിവുണ്ടായാലേ നമുക്ക് വെളിവുണ്ടാകൂ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് ഈശോ മിശിഹായിലാണല്ലോ, ഈ പറഞ്ഞ നേതാക്കന്മാരിലല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അച്ഛനങ്ങനെ വിടാൻ പാവില്ല കേട്ടോ. നമ്മളെ എല്ലാവരും പറയുന്നത് മാത്രമല്ല, മെത്രാന്മാരെയൊക്കെ നന്നായിട്ട് പറയുന്നുണ്ട് അച്ഛൻ. മുമ്പും മെത്രാന്മാർക്കെതിരായിട്ട് പറഞ്ഞ വീഡിയോകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് വെളിവില്ലാത്ത മെത്രാന്മാരെന്നാണ്. വെളിവില്ലാത്ത മെത്രാന്മാര് ഒക്കെയാണ് ഇതൊക്കെ ആഘോഷിക്കുന്നത്. വെളിവുള്ളവരെ ഇതൊന്നും ആഘോഷിക്കാൻ പാടില്ല എന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. മെത്രാന്മാരോട് കർത്താവ് ചോദിക്കട്ടെ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ദൈവകരുണയുടെ ഞായർ ആഘോഷിച്ചത് എന്ന് കർത്താവ് ചോദിക്കട്ടെ. ബാക്കിയേക്കാം. ഞാൻ തോമായുടെ സിംഹാസനം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. മാർ തോമസ് ലീവ മാനിക്കയൻ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആ പുസ്തകങ്ങൾ ഈ തിരുനാളുമായി ബന്ധപ്പെട്ട് കുറച്ച് ത്യാഗം സഹിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആ പുസ്തകങ്ങളൊന്ന് വാങ്ങിച്ച് വായിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം. തോമാസ് ലീഹായോടും തിരുവചനത്തോടൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പുസ്തകം വാങ്ങിച്ച് വായിച്ച് പിന്നെ കുറച്ച് വിതരണം ചെയ്യുക. നേരത്തെ പെട്ടിലിടുന്ന പൈസ ഇങ്ങനെയും കുറച്ച് ചെലവഴിക്കുക. അതൊരു നല്ല കാര്യമാണ്. ഞാൻ അതിന്റെ കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ ഡിസ്ക്രിപ്ഷനകത്ത് എഴുതാം. ഇനി അച്ഛൻ പറയുന്നത് നല്ല ഒരു കാര്യമാണ്, എല്ലാവരും പ്രാവർത്തിയാക്കണം. അച്ഛൻ്റെ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അച്ഛൻ അറിയാൻ പാടില്ലാത്തവർക്ക് അറിയിക്കുകയാണ്. അച്ഛൻ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്.
ആ പുസ്തകങ്ങളെല്ലാം നിങ്ങൾ വാങ്ങിക്കണം, വാങ്ങിച്ച് വായിക്കണം. നിങ്ങൾ നേർച്ച പൈസ കുറേ ഇട്ടിട്ടുണ്ടല്ലോ പള്ളിയിലൊക്കെ, ആ നേർച്ച പൈസ ഇട്ടാൽ മാത്രം പോരാ, അച്ഛൻ്റെ പുസ്തകങ്ങളും കൂടി വാങ്ങിച്ച് വായിച്ച് പ്രചരിപ്പിക്കണം. അച്ഛൻ ലിങ്കൊക്കെ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, എവിടെ നിന്ന് കിട്ടും എന്നുള്ള കോൺടാക്റ്റ് നമ്പർ കാര്യങ്ങളൊക്കെ അച്ഛൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊരു പരസ്യമൊന്നും അല്ല കേട്ടോ, അച്ഛൻ്റെ പുസ്തകം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരസ്യമൊന്നും അല്ല. അങ്ങനെയൊന്നും നിങ്ങൾ കണക്കാക്കരുത്. ഇനി ആരെങ്കിലും അങ്ങനെ കണക്കാക്കിയാൽ ഇപ്പം എന്ത് ചെയ്യും വെച്ചാ സോറി. ഈശോ ആരാണ് എന്ന് ശരിക്കും തിരിച്ചറിഞ്ഞ ആദ്യത്തെ വ്യക്തിയും ഏക വ്യക്തിയും ബൈബിൾ അനുസരിച്ച് തോമസ് ലീഗയാണ്. ലോകത്ത് എവിടെയാണെങ്കിലും ആ പുതുഞായറാഴ്ച എന്നുള്ളത് അതിന്റെ പ്രാധാന്യം നിലനിർത്തേണ്ടത് തന്നെയാണ്. ആ 8-ാം ദിവസത്തിന്റെ പ്രാധാന്യം മറ്റൊന്നുകൊണ്ടും നമ്മൾ തുച്ഛീകരിക്കരുത്. അന്ന് കരുണയുടെ ഞായറും സിസ്റ്റർ ഫൗസ്തീനെയും വിശുദ്ധ ജോൺ പോൾ രണ്ടാമനെയൊക്കെ ഓർക്കുന്ന ദിവസമായിട്ട് മാറ്റരുത്. അച്ഛൻ മറ്റൊരു ദിവസത്തെ വീഡിയോയിൽ അത് തന്നെ വീണ്ടും പറയാണ്, ഈ തോമാശ്ലീഹായെ ഓർക്കേണ്ട ദിവസം നിങ്ങൾ കരുണയുടെ ഞായറും സിസ്റ്റർ ഫൗസ്റ്റീനെയും ജോൺ പോൾ രണ്ടാമൻ പാപ്പയും ഒന്നും ഓർക്കരുത്. അങ്ങനെ ഓർത്ത് ഈ കരുണയുടെ തിരുനാളിനെ തുച്ഛീകരിക്കരുത്. യഥാർത്ഥത്തിൽ അച്ഛൻ തന്നെ സ്വയം തുച്ഛീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം അച്ഛനെന്ന് ഓർത്താൽ നല്ലത്. തിരുവചനത്തിൽ ഫോക്കസ് ചെയ്ത് വിശ്വാസം ഡെവലപ്പ് ചെയ്യാനും വെറും ഭക്തിയില് മുഴുകി തിരുവചനത്തെ വ്യഭിചരിക്കാതിരിക്കാനും നമ്മൾ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. ഈ ദൈവകരുണയുടെ ഞായർ ആഘോഷിക്കുന്നവര് യഥാർത്ഥത്തിൽ വചനത്തെ വ്യഭിചരിക്കുന്നവരാണെന്നാണ് അച്ഛൻ പറയുന്നത്. അച്ഛ ഇങ്ങനൊന്നും പറയല്ല, ഇതൊക്കെ കടന്ന കയ്യായി പോയി കേട്ടോ, ഇതൊക്കെ കടന്ന കയ്യാ. മാർപ്പാപ്പമാരും മെത്രാന്മാരും അടങ്ങുന്ന ഈ ഒരു വലിയ സംഘം, ഒരുപാട് അൽമായർ, ഒരുപാട് സന്യസ്തർ, വൈദികർ അടങ്ങുന്ന വലിയൊരു സംഘം ദൈവകരുണയുടെ ഞായർ ആഘോഷിക്കുന്നുണ്ടേ. ഇവരെല്ലാം വ്യഭിചാരികളായിട്ട് അച്ഛൻ കണക്കാക്കുന്നുണ്ടെങ്കിൽ അച്ഛാ ഇത് കടന്ന കയ്യാ. ഉയർപ്പ് ഞായർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച പുതുഞായറാഴ്ചയായിട്ട് ആഘോഷിക്കണമെന്നും അത് കരുണയുടെ ഞായറായി ആഘോഷിക്കരുതെന്നും ഞാൻ 4 വീഡിയോസിലൂടെ പറഞ്ഞു. അപ്പോൾ നിരവധി കോണുകളിൽ നിന്ന് എൻ്റെ നേരെ ചോദ്യങ്ങൾ വന്നു. അച്ഛൻ വിഭാഗീയത പ്രോത്സാഹിപ്പിക്കുകയാണോ? എന്തിനാണ് അച്ഛന് ഇത്രമാത്രം വിദ്വേഷം? എന്തിനാണ് കരുണയുടെ ഞായറിനോട് അച്ഛൻ ഇത്രമാത്രം വെറുപ്പ് കാണിക്കുന്നത്? അച്ഛൻ 4 വീഡിയോകൾ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ചിലർ അച്ഛനോട് ചോദിച്ചു, അച്ഛാ അച്ഛൻ ഇത്രയും വെറുപ്പാണോ ദൈവകരുണയുടെ തിരുനാളിനോട് എന്ന് ചോദിച്ചു. ആരായാലും ചോദിച്ചു പോവല്ലേ, അച്ഛൻ്റെ വാക്കുകളൊക്കെ അങ്ങനെയല്ലേ, കേട്ടായിരുന്നല്ലോ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചു കേട്ടോ. ഇനിയാണ് വരാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് അച്ഛൻ ഇതിനെ ദൈവകരുണയുടെ തിരുനാളിനെ വെറുക്കുന്നത് എന്നുള്ളതിൻ്റെ കാരണം അച്ഛൻ പറയുന്നുണ്ട്. അത് പറയുന്നത് വെറുതെ അല്ല, ദാ ഈ പുസ്തകം എടുത്തുയർത്തിയിട്ടാണ് പറയുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എടുത്തുയർത്തി സഭയുടെ ഔദ്യോഗിക പഠിപ്പിക്കലാണ് അച്ഛൻ പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 67-ാമത്തെ ഖണ്ഡം. വിവിധ കാലഘട്ടങ്ങളിൽ സ്വകാര്യ വെളിപാടുകൾ എന്ന് വിളിക്കപ്പെട്ടവ ഉണ്ടായിട്ടുണ്ട്. അവയിൽ ചിലതിന് സഭയുടെ അധികാരികളിൽ നിന്ന് അംഗീകാരം ലഭിച്ചിട്ടുമുണ്ട്. എന്നിരുന്നാലും അവ സഭയുടെ വിശ്വാസ നിക്ഷേപത്തിന്റെ ഭാഗമല്ല. 100 വട്ടത് വായിക്കണം കേട്ടോ. പ്രസ്തുത വെളിപാടുകളുടെ ലക്ഷ്യം ക്രിസ്തുവിലൂടെ അന്തിമമായി നൽകപ്പെട്ട വെളിപാടിനെ മെച്ചപ്പെടുത്തുകയോ പൂർത്തീകരിക്കുകയോ അല്ല. പ്രത്യുത ചരിത്രത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ക്രിസ്തുവിന്റെ വെളിപാടിനനുസൃതമായി കൂടുതൽ പൂർണ്ണമായി ജീവിക്കാൻ സഹായിക്കുക എന്നതാണ്. അത്തരം സ്വകാര്യ വെളിപാടുകളിൽ ഏതെല്ലാമാണ് ക്രിസ്തുവിന്റെയോ അവിടുത്തെ വിശുദ്ധന്മാരുടെയോ സഭയിലേക്കുള്ള യഥാർത്ഥ ആഹ്വാനം ഉൾക്കൊള്ളുന്നതെന്ന് വിവേചിച്ചറിഞ്ഞ് അതിനെ സ്വീകരിക്കാൻ സഭയുടെ പ്രബോധന അധികാരത്താൽ നയിക്കപ്പെടുന്ന വിശ്വാസികളുടെ അവബോധത്തിന് കഴിയും. ശ്രദ്ധിച്ചു കേട്ടല്ലോ അല്ലേ? ഞാനും കൂടി ഒന്ന് വായിക്കാം. നിങ്ങൾ ഒറ്റയടിക്ക് വായിച്ചു പോയപ്പോൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഞാൻ നിർത്തി വായിക്കാം, അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ പറ്റും. CCC 67 വിവിധ കാലഘട്ടങ്ങളിൽ സ്വകാര്യ വെളിപാടുകൾ എന്ന് വിളിക്കപ്പെടുന്നവ ഉണ്ടായിട്ടുണ്ട്. നമുക്കത് മനസ്സിലായിട്ടുണ്ട്. അവയിൽ ചിലതിന് സഭയുടെ അധികാരികളിൽ നിന്ന് അംഗീകാരം ലഭിച്ചിട്ടുമുണ്ട്. എന്നിരുന്നാലും
അവ സഭയുടെ വിശ്വാസ നിക്ഷേപത്തിൻ്റെ ഭാഗമല്ല. സത്യമാണ്, ആരും അത് അല്ലെന്ന് പറഞ്ഞിട്ടില്ല. അച്ഛൻ പറഞ്ഞ വാക്കുകൾ 100% സത്യമാണ്. പ്രസ്തുത വെളിപാടുകളുടെ ലക്ഷ്യം ക്രിസ്തുവിലൂടെ അന്തിമമായി വെളിപ്പെട്ട വെളിപാടിനെ മെച്ചപ്പെടുത്തുകയോ പൂർത്തീകരിക്കുകയോ അല്ല. പ്രത്യുത ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ വെളിപാടിനനുസൃതമായി പൂർണ്ണമായി ജീവിക്കാൻ സഹായിക്കുക എന്നതാണ്. ഇവിടെ ഒരു കൂട്ടിക്കൊണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ. ഈ വെളിപാടുകളുടെ ലക്ഷ്യം എന്താണെന്നും കൂടി CCC പറയുന്നുണ്ട്. അതാണിത്. പ്രസ്തുത വെളിപാടുകളുടെ ലക്ഷ്യം ക്രിസ്തുവിലൂടെ അന്തിമമായി നൽകപ്പെട്ട വെളിപാടിനെ മെച്ചപ്പെടുത്തുകയോ പൂർത്തീകരിക്കുകയോ അല്ല. ആ ഈശോയിലൂടെ വെളിപ്പെട്ട ആ വെളിപാടുകളെ ഇനിയൊന്ന് മെച്ചപ്പെടുത്താമെന്നോ അല്ലെങ്കിൽ ഒന്ന് പൂർത്തീകരിക്കാമെന്നോ വിചാരിച്ചിട്ടല്ല ഈ സ്വകാര്യ വെളിപാടുകൾ ഉണ്ടാകുന്നത്. പിന്നെ എന്തിനാണ്? പ്രത്യുത ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ, ഇങ്ങനെ ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ ചില പ്രത്യേക ഘട്ടത്തിൽ ദൈവകരുണയുടെ ഈ സന്ദേശത്തിൻ്റെ പ്രത്യേക ഘട്ടം എന്ന് പറഞ്ഞാൽ അത് പാപത്തിൽ ലോകം മുഴുവൻ മുഴുകിപ്പോയി പാപത്തിൽ ദൈവമക്കൾ നശിച്ചു പോകുന്ന ഒരു ഘട്ടമാണിത്. ഈ കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഈ ഒരു ഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ വെളിപാടിനനുസൃതമായി കൂടുതൽ പൂർണ്ണമായി ജീവിക്കാൻ സഹായിക്കുക എന്നതാണ്. ദൈവകരുണയുടെ സന്ദേശങ്ങളിലൂടെ ക്രിസ്തു നൽകിയിരിക്കുന്ന വെളിപാടുകളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ, അങ്ങനെ ഒരു പൂർണ്ണരായി ജീവിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് ദൈവകരുണയുടെ സന്ദേശങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈശോ പറഞ്ഞില്ലേ, എൻ്റെ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുമെന്ന്. അപ്പം അങ്ങനെ ഒരു പരിശുദ്ധരായി ജീവിക്കുവാനുള്ള ഒരു സഹായ ഗ്രന്ഥമാണ് വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ നൽകപ്പെട്ട ഈ ഒരു പുസ്തകം, ഈ ഒരു വെളിപാട്. എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ എന്ന ഈ പുസ്തകത്തിലൂടെ ഈശോ നമുക്ക് തരുന്ന വെളിപാടുകൾ കൂടുതൽ ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അച്ഛനത് എടുത്ത് പറഞ്ഞില്ല കേട്ടോ, അതൊന്ന് ഓർത്തേക്കണം. അപ്പോൾ ഈ പുസ്തകങ്ങളെ അല്ലെങ്കിൽ സ്വകാര്യ വെളിപാടുകളെ നിരാകരിക്കണം എന്നല്ല സഭ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി സഭ എല്ലാ സ്വകാര്യ വെളിപാടുകളെയും ആഘോഷിക്കണമെന്നും പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ നൽകപ്പെട്ട ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കണമെന്ന് സഭ പഠിപ്പിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ഞാൻ ആവർത്തിക്കുന്നു, എല്ലാ സ്വകാര്യ വെളിപാടുകളെയും ആഘോഷിക്കണമെന്ന് സഭ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ നൽകപ്പെട്ട ഈ സ്വകാര്യ വെളിപാടിലെ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കപ്പെടണമെന്നുള്ളത് സഭ വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാ സ്വകാര്യ വെളിപാടുകളെയും പോലെ അച്ഛൻ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്കുണ്ടായ വെളിപാടിനെ കാണരുതേ എന്ന ഒരു അപേക്ഷ മുന്നിൽ വയ്ക്കുന്നു. ഒരു സത്യത്തെ, ഔദ്യോഗിക സത്യത്തെ മറികടക്കാൻ സിസ്റ്റർ ഫൗസ്റ്റീനയ്ക്ക് ലഭിച്ച ഒരു സ്വകാര്യ ദർശനത്തിനോ വെളിപാടിനോ കഴിയുമോ? അത് എത്ര വലിയ വിശുദ്ധയാണെങ്കിലും ഏത് മാർപ്പാപ്പ അംഗീകരിച്ചാലും സഭയുടെ പൊതുവിശ്വാസ നിക്ഷേപത്തിന്റെ ഭാഗമല്ല. അത് അച്ഛൻ പറയുന്നുണ്ട്. അത് എത്ര വലിയ വിശുദ്ധയായാലും, വിശുദ്ധ ഫൗസ്റ്റീന എത്ര വലിയ വിശുദ്ധയായാലും മാർപ്പാപ്പ അംഗീകരിച്ചാൽ പോലും പറ്റൂല എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വെളിപാടുകളും പോലെ അല്ല ഈ വെളിപാടെന്ന്. വെളിപാടുകൾ പലതും സഭ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഈ വെളിപാടിനെ വെറും ഒരു അംഗീകാരം കൊണ്ട് നിർത്തിയിട്ടില്ല സഭ. ഈ വെളിപാടിലൂടെ നൽകപ്പെട്ട ഈശോയുടെ കൽപ്പന സ്വീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനിപ്പോൾ ഏത് മാർപ്പാപ്പ പറഞ്ഞാലും ഞാൻ അനുസരിക്കില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് സത്യം. സഭയുടെ ഐക്യത്തിനും കണ്ടകോടാലിയാണ് ഈ കരുണയുടെ ഞായറുമായിട്ട് വരുന്നത്. അച്ഛൻ പറയുന്നത് സഭയുടെ ഐക്യത്തിന് കണ്ടകോടാലിയാണ് ഈ കരുണയുടെ ഞായറുമായിട്ട് വരുന്നത് എന്നാണ്. എൻ്റെ കർത്താവെ കരുണയായിരിക്കണമേ എന്ന് സിറോ മലബാർ കുർബാനയിൽ എത്ര തവണ ആവർത്തിക്കുന്നുണ്ടെന്നറിയാവോ? ആ കരുണയുടെ തിരുനാളാണ് സഭയുടെ ഐക്യത്തിന് കണ്ടകോടാലി എന്നാണ് അച്ഛൻ പറയുന്നത്. എന്താ പറയണ്ടല്ലേ? അപ്പോൾ ഭാരതത്തില്
കരുണയുടെ ഞായർ മറ്റൊരു ദിവസം ആചരിക്കണമെന്ന് ലത്തീൻ മെത്രാന്മാരുടെ സീറോ മലബാർ സഭ പറയണം, മറ്റു സഭകളോടും പറയണം. അച്ഛൻ്റെ ഉപദേശമുണ്ട് കേട്ടോ, അച്ഛൻ്റെ ഉപദേശമുണ്ട്. ഈ തിരുനാൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കണമെന്ന് ലത്തീൻ മെത്രാന്മാരോട് പറയണം. ബഹുമാനപ്പെട്ട അഭിവന്യ മെത്രാന്മാരെ, നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ തിരുനാൾ വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കണം എന്നാണ് മാണിപ്പറമ്പിലച്ഛൻ പറയുന്നത്. അത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. അത് സീറോ മലബാർ മെത്രാന്മാരാണെങ്കിൽ അവർ ലത്തീൻ മെത്രാന്മാരോട് പ്രത്യേകിച്ച് പറയണം. എന്നിട്ട് ഈ തിരുനാൾ നമ്മുടെ ഭാരതത്തിൽ ഇനി മേലാൽ 2027 മുതൽ ഈ ഒരു ദിവസം പൊതുഞായറാഴ്ച ആഘോഷിക്കാൻ പാടില്ല. അതിന് കാരണം കൂടി അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ. കാരണം ഇതാണ്, ഇന്ത്യയിലെ ലത്തീൻ സഭയിൽ പ്രവർത്തിക്കുന്ന 79% വൈദികരും കന്യാസ്ത്രീകളും സീറോ മലബാറുകാരാണ്. അതുകൊണ്ട് ലത്തീൻകാര് ഇവിടെ ഈ ദിവസം പൊതുഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കരുത്. ഇന്ത്യ എന്ന് പറഞ്ഞ ലത്തീൻ സഭ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ലത്തീൻ സഭയാണെങ്കിൽ, ഇന്ത്യൻ ലത്തീൻ സഭ, ആ ലത്തീൻ സഭയിൽ പ്രവർത്തിക്കുന്ന 79% അച്ഛന്മാരും കന്യാസ്ത്രീമാരും സീറോ മലബാർ സഭയിൽ നിന്നാണ്. അല്ലെങ്കിലും ഇന്ത്യയിലേക്ക് ഒരു അപ്പസ്തോലൻ, ഈശോയുടെ അപ്പസ്തോലൻ വന്നെങ്കിൽ അവൻ പ്രഖ്യാപിച്ച വിശ്വാസത്തെ മറികടക്കാൻ പറ്റുന്ന ഒരു കരുണയുടെ ഞായറാണോ സിസ്റ്റർ ഫൗസ്തീന? ഇന്ത്യയിൽ വരാത്ത സിസ്റ്റർ ഫൗസ്തീന, ഇന്ത്യയിലെ വരാത്ത സിസ്റ്റർ ഫൗസ്റ്റീനയുടെ ഈ ദൈവകരുണയുടെ തിരുനാൾ എന്ന് പറയുന്നത് തോമാസ് ശ്ലീഹായുടെ തിരുനാളിനെ മറികടക്കാൻ പറ്റുന്നതാണോ? അല്ല പിന്നെ. അതിനാൽ സീറോ മലബാർ സഭ ഇന്ത്യയിലെ എല്ലാ മെത്രാന്മാരോടും CBCയോടും CCBയോടും ഒക്കെ പറയണം, കരുണയുടെ ഞായർ മറ്റൊരു ദിവസം ആചരിക്കണം ഇന്ത്യയിൽ. ഇനി മാർപ്പാപ്പയ്ക്കും ഒരു നിവേദനം കൊടുക്കണമെന്നാണ് എന്റെ പക്ഷം. അതായത് ഈ 8 ദിവസങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞിട്ടുള്ള തോമസ് ലീഗമായി ബന്ധപ്പെട്ട ആ ദിവസം കരുണയുടെ ഞായർ അന്ന് ആഘോഷിക്കരുത്. അത് ജോൺ പോൾ രണ്ടാമൻ പറഞ്ഞ ഡേറ്റ് ഒന്ന് മാറ്റണം. എത്രയോ പ്രാവശ്യം തിരുനാളുകളുടെ ഡേറ്റുകൾ മാറ്റിയിരിക്കുന്നു. ആ ഡേറ്റ് മാറ്റണം. അതിന് ഞാൻ പറഞ്ഞ ദൈവശാസ്ത്ര കാരണങ്ങൾ സഹിതം ഒരു നിവേദനം മാർപ്പാപ്പയ്ക്ക് കൊടുക്കണമെന്നാണ് എന്റെ പക്ഷം. ഇനി വേറൊരു കാര്യം കൂടി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ചെയ്യണം. മാർപ്പാപ്പയ്ക്ക് നമുക്കെല്ലാവരും കൂടി ഒപ്പിട്ടൊരു നിവേദനം കൊടുക്കണം. ഈ ജോൺ പോൾ നമൻ പാപ്പ, വിശുദ്ധനായ മഹാനായ ജോൺ പോൾ നമൻ പാപ്പയ്ക്ക് ഉണ്ടായ ഒരു ചിന്തയിൽ നിന്നുണ്ടായ ഈ സാധനം ഒന്ന് മാറ്റണം. മാർപ്പാപ്പയ്ക്കും നമ്മളൊരു നിവേദനം കൊടുക്കണം. ഓർക്കണം കേട്ടോ, എല്ലാവരും കൂടി ഓരോ ഇടവകയിലെ ജനങ്ങളെല്ലാം കൂടി ഒപ്പിട്ട് ഒരു നിവേദനമൊക്കെ ഉണ്ടാക്കി മാർപ്പാപ്പയ്ക്ക് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ മെത്രാന്മാരത് ചെയ്യണം. ഇന്ത്യയിലെ ലത്തീൻ മെത്രാന്മാരും സീറോ മലങ്കര മെത്രാന്മാരും സീറോ മലബാർ മെത്രാന്മാരും പിന്നെ ഓർത്തഡോക്സ് യാക്കോബായ മെത്രാന്മാർ എല്ലാവരും അത് ചെയ്യണം. നമ്മുടെ ഇന്ത്യയിലെ എല്ലാ മെത്രാന്മാരും സീറോ മലബാർ, സീറോ മലങ്കര, ലത്തീൻ മെത്രാന്മാർ എല്ലാവരും ചെയ്യണം. പോരാ, ഓർത്തഡോക്സ് യാക്കോബേറ്റ് മെത്രാന്മാരും ഒക്കെ ചെയ്യണം. ഇതൊന്നും മറ്റുള്ളവരാരും സ്വീകരിക്കാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരനാണ്, ഞാൻ എത്രയോ ജാക്കോബേറ്റ് പള്ളികളിൽ അവരുടെ അൾത്താരയിൽ ദൈവകരുണയുടെ ഛായാചിത്രം വരച്ചു വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയോ? അഭിമാനത്തോടു കൂടിയാണ് അവർ പറയുന്നത്. നിങ്ങളുടെ കത്തോലിക്കരുടെ മാത്രം വിശുദ്ധയല്ല വിശുദ്ധ ഫൗസ്റ്റീന എന്ന് അഭിമാനത്തോടെ അവർ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് കേട്ടിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. ദൈവകരുണയുടെ കൂട്ടായ്മയിലുള്ള ഒരു സഹോദരൻ, ഓർത്തഡോക്സ് സഭയിലൊരു സഹോദരൻ എനിക്ക് വളരെ വളരെ പേഴ്സണലായിട്ട് ബന്ധമുണ്ട്, ദൈവകരുണയുടെ കൂട്ടായ്മയിലുണ്ട്. അവരൊക്കെ വളരെ സ്നേഹത്തോടെ ഇതൊക്കെ ചേർത്ത് നിർത്തുമ്പോൾ കത്തോലിക്ക സഭയിൽ നിന്ന് തന്നെ ഈ സ്ക്രൂ വെക്കുന്ന പരിപാടി ഉണ്ടല്ലോ, വളരെ മോശം. അത് ഒന്നിനെ നശിപ്പിച്ചിട്ടല്ല മറ്റൊന്ന് സ്ഥാപിക്കേണ്ടത്, നിലനിർത്തണം. ഇത് വിഭാഗീയതയല്ല പറയുന്നത്, സഹവർത്തിത്വം. ഒന്ന് മറ്റൊന്ന് തമ്മിൽ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെയാണ് ഞാൻ പറയുന്നത്. ആധിപത്യ പ്രവണതയ്ക്കെതിരെയാണ് ഞാൻ പറയുന്നത്. അധിനിവേശ പ്രവണതയ്ക്കെതിരെയാണ് ഞാൻ പറയുന്നത്. ബൈബിളിൽ അടിസ്ഥാനപ്പെട്ട, ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട, ദൈവത്തിന്റെ വെളിപാടിൽ അടിസ്ഥാനപ്പെട്ട, ഈശോയിലും സ്ലീഹന്മാരിലും അടിസ്ഥാനപ്പെട്ട പുതുഞായറിനെ മാറ്റിമറിക്കാൻ 8 ദിവസങ്ങൾക്ക് ശേഷമുള്ള വാക്ക് നോക്കുക. അതിനെ അട്ടിമറിക്കാൻ ഒരു സ്വകാര്യ ദർശനത്തെ കൂട്ടുപിടിച്ച്, അതും ഇന്ത്യയുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഒരു സ്വകാര്യ ദർശനത്തെ കൂട്ടുപിടിച്ച് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് കെണിയാണ്. ആ കെണിയെ നമ്മൾ തിരിച്ചറിയണം. അച്ഛന്റെ ആവേശം കൂടുക കേട്ടോ. ഇത് ആധിപത്യ പ്രവണതയ്ക്കെതിരെയാണ് ഞാൻ പറയുന്നത്. അധിനിവേശ പ്രവണതയ്ക്കെതിരെയാണ് ഞാൻ പറയുന്നത്. ഇത് ഈ ഒരു സ്വേച്ഛാധിപത്യത്തിനെതിരെയാണ് ഞാൻ പറയുന്നത്. അച്ഛൻ രണ്ടും കൽപ്പിച്ചിട്ടാ. പ്രിയപ്പെട്ടവർ, ഇത് കുത്തിത്തിരിപ്പ് എന്നല്ലാതെ മറ്റെന്ത് ഭാഷയാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്? അച്ഛൻ്റെ വീഡിയോ കണ്ടല്ലോ, ഒരുപാടുണ്ട് കേട്ടോ. ഞാനതിൽ വളരെ പ്രസക്തമായ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള ഒറ്റ കാര്യം ഇതാണ്:
എഫേസ്യസ് ലേഖനം 4-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഹൃദയകാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച അവർ ഹൃദയത്തിൽ അന്ധകാരം നിറഞ്ഞ് ദൈവിക ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. ബുദ്ധി, പാണ്ഡിത്യം ഇതിനകത്ത് പിശാച് കയറിയാൽ, അന്ധകാരം നിറഞ്ഞാൽ ദൈവിക ജീവനിൽ നിന്ന് അവർ അകറ്റപ്പെടും. ഏറ്റവും വലിയ പണ്ഡിതനാണെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അന്ധകാരം നമ്മളെ ദൈവിക ജീവനിൽ നിന്ന് അകറ്റുന്നതാണ്. ഞാൻ അച്ഛനെ വിധിച്ചതല്ല കേട്ടോ, ഞാൻ പൊതുവായിട്ട് പറഞ്ഞതാണ്. അച്ഛനെ വിധിക്കാൻ ഞാൻ ആരുമല്ല. ഞാൻ എളിയ ദാസൻ, കർത്താവിൻ്റെ എളിയ ദാസൻ. അച്ഛനെ വിധിച്ചതല്ല, ഞാൻ പൊതു തത്വം പറഞ്ഞതാണ്. ഒരുപാട് ബുദ്ധിമാന്മാർക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ശിശുക്കളെ പോലെയാകണം. വലിയ ബുദ്ധിമാന്മാരിൽ നിന്നൊക്കെ ഇതൊക്കെ മറച്ചു വെച്ചതിൻ്റെ കാര്യം ഈശോ പറഞ്ഞു. ശിശുക്കളെ പോലെയാകണം, അവർക്ക് ഇതിൻ്റെ തുറവി കിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാ വെളിപാടുകളെയും തള്ളിക്കളയണമെന്ന് പറയുമ്പോൾ അതൊരു കത്തോലിക്ക വിശ്വാസിയെ സംബന്ധിച്ച് എത്ര വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മളെല്ലാവരും തന്നെ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല. ജപമാല ചൊല്ലാത്ത കുടുംബങ്ങളില്ല, ഒരു വിശ്വാസിയില്ല. 12-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഡൊമിനിക്കിന് ലഭിച്ച ഒരു പ്രേരണയിൽ തുടങ്ങിയ ഒരു പ്രാർത്ഥന, അത് വളർന്നു വന്ന് 2002 വരുമ്പോൾ നമുക്കറിയാം 15 രഹസ്യങ്ങളുള്ളത് 20 രഹസ്യങ്ങളിലേക്ക് മാറുന്നു. സഭ കാലാകാലങ്ങളിൽ അതിനെ വളർത്തിയതാണ്. ആ ജപമാലയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഫാത്തിമ ജപം. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന. ഇതെല്ലാം ഓരോ വെളിപാടുകളുടെ അടിസ്ഥാനത്തിലുണ്ടായതാന്നേ. ഇതൊക്കെ സഭ നേരെ മാർപ്പാപ്പ എടുത്തിട്ട്, അല്ലെങ്കിൽ ഈശോ നേരിട്ട് തന്ന പ്രാർത്ഥനകളല്ല. അങ്ങനെ ഈശോ നേരിട്ട് തന്ന പ്രാർത്ഥനകളെ പ്രാർത്ഥിക്കാവുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അതൊരു പെന്തക്കോസ്ത വിശ്വാസം പോലെ ആയില്ലേ? നമുക്ക് എത്ര നല്ല പ്രാർത്ഥനകൾ, എത്ര നല്ല ഭക്തിരൂപങ്ങളുണ്ട്. ഇപ്പം തിരുഹൃദയ ഭക്തി നമുക്കറിയാം. വിശുദ്ധ മർഗരീത്ത മറിയം അലക്കോക്കിന് ദൈവം കൊടുത്ത വെളിപാടുകളുടെ അടിസ്ഥാനത്തിലുണ്ടായതാണ് തിരുഹൃദയ ഭക്തി. ഈ തിരുഹൃദയ ഭക്തി ഒരു വിശുദ്ധയ്ക്കുണ്ടായ സ്വകാര്യ വെളിപാടല്ലേ, അതുകൊണ്ട് നമുക്കിത് വേണ്ട എന്നങ്ങ് പറയാൻ പറ്റുമോ? ഇനി തിരുഹൃദയ തിരുനാള്, പെന്തക്കോസ്ത തിരുനാൾ കഴിഞ്ഞ് വരുന്ന 2ാമത്തെ വെള്ളിയാഴ്ചയാണ് ഈ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നത്. എന്നാൽ ആ ദിവസം വേറൊരു രാജ്യത്ത് ഒരു വിശുദ്ധനുള്ളത് കൊണ്ട് ഈ തിരുഹൃദയ തിരുനാൾ ഈ രാജ്യത്ത് ആഘോഷിക്കരുത് എന്ന് എങ്ങനെ പറയും ആ രാജ്യത്തെ ഒരു വിശ്വാസി? കത്തോലിക്ക സഭ പൊതുവായിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു റീത്തിന് മാത്രമാണെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാനായിട്ട് പറ്റുമോ? ലോകമാസകലമുള്ള സഭയ്ക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2000 മെയ് മാസം 5-ാം തീയതി പുറത്തിറക്കിയ ഡിക്രിയിൽ ഇനി മുതൽ ലോകം മുഴുവനുമുള്ള സഭയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നെറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും എടുത്ത് പരിശോധിക്കാവുന്നതാണ്. സുതാര്യമായിട്ടുള്ള കാര്യമാണ്. ലോകം മുഴുവനും ലഭിക്കുന്ന കൃപ, സകല പാപിക്കും ലഭിക്കുന്ന കൃപ, സകല അവിശ്വാസിക്കും വിശ്വാസിക്കും ലഭിക്കുന്ന കൃപ, ലോകം മുഴുവൻ്റെ മനുഷ്യകുലത്തിന് മുഴുവൻ ലഭിക്കുന്ന കൃപ, അത് ഭാരതത്തിലെ സിറോ മലബാറുകാർ അല്ലെങ്കിൽ ഭാരത സഭയിലുള്ളവര് സ്വീകരിക്കരുതെന്ന് പറയുന്നത് ആരുടെ ഭാഷയാ? അത് ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ പിശാചാണ്. ഈ കൃപ ഈ ദൈവമക്കൾ സ്വീകരിക്കരുതെന്ന് ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ പിശാചാണ്. അച്ഛൻ അങ്ങനെ ആഗ്രഹിക്കാവോ? പിശാച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അച്ഛൻ ആഗ്രഹിക്കാവോ? അത് ശരിയല്ല അച്ഛാ. ഇത് ലോകം മുഴുവനും വേണ്ടി, മനുഷ്യകുലം മുഴുവനും വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന വലിയൊരു കൃപയുടെ ഭണ്ഡാരമായത്. നമ്മുടെ ഹൃദയം ചുരുങ്ങിപ്പോകരുത് അച്ഛാ. റീത്തുകളിൽ കുടുങ്ങി നമ്മുടെ ഹൃദയം ചുരുങ്ങിപ്പോകരുത്. മാർപ്പാപ്പ ലാറ്റിൻകാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. എല്ലാ കാര്യങ്ങളും മാർപ്പാപ്പ ലാറ്റിൻകാർക്ക് വേണ്ടി മാത്രം പറയുന്നതല്ല. ലാറ്റിൻകാർക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളുണ്ട്. ലാറ്റിൻ സഭയുടെ തലവൻ എന്ന നിലയിൽ ലാറ്റിൻ സഭയ്ക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണെന്ന് വാശി പിടിക്കാൻ പറ്റുമോ? അങ്ങനെയാണെന്ന് തറപ്പിച്ച് പറയാൻ പറ്റുമോ? പിന്നെ അച്ഛനോട് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. അച്ഛൻ്റെ വീഡിയോകളുടെ അടിയിൽ കമൻ്റ് ഇടുന്നവരെ അച്ഛൻ നല്ല പോസിറ്റീവായിട്ട് കമൻ്റ് ഇടുന്നവരെ അച്ഛൻ അഭിനന്ദിക്കുന്നുണ്ട്. നെഗറ്റീവായിട്ടുള്ള കമൻ്റ് ഇടുന്നവരെ അച്ഛൻ പലതും പറയുന്നുണ്ട്. അതിലൊരു കമൻ്റ് അച്ഛൻ പറഞ്ഞത് വളരെയധികം സങ്കടം ഉണ്ടാക്കുന്നതാണ്. ആ കമൻ്റ് ഇട്ടവൻ്റെ തന്തയ്ക്ക് വിളിച്ചു അച്ഛൻ. അത് മോശമല്ലേ അച്ഛൻ?
അച്ഛനെ പോലെയുള്ളൊരു വൈദികനിൽ നിന്ന് ഇത്രയും തറ പ്രവൃത്തി പാടുണ്ടോ? പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തിരുനാളിൻ്റെ അവസാന ദിനത്തിൽ, മഹാദിനത്തിൽ, 8-ാം ഇടം, അന്ന് ഈശോ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഈ 8-ാം ഇടം, ഈസ്റ്റർ എന്ന വലിയ തിരുനാളിൻ്റെ 8-ാം ഇടമാണ് ദൈവകരുണയുടെ തിരുനാൾ. ഈ ദിവസം ദൈവകരുണയുടെ ഉറവയിലേക്ക് വന്ന് ആവോളം ദൈവകരുണയിൽ നിന്ന് കുടിക്കട്ടെ എന്നാണ് ഈശോ ഉദ്ദേശിക്കുക. അതുകൊണ്ടാണ് ഈ തിരുനാൾ തന്നിരിക്കുന്നത്. ഇതൊരു പുതിയ തിരുനാളൊന്നും അല്ല കേട്ടോ. ഇത് തോമാസ് ശ്ലീഹായിലൂടെ യഥാർത്ഥത്തിൽ സ്ഥാപിക്കപ്പെട്ട തിരുനാളാണ്. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. തോമാസ് ശ്ലീഹ ദൈവകരുണയിലേക്ക് അണഞ്ഞതിൻ്റെ ഓർമ്മയാണ്. അത് നമ്മളെല്ലാം മറന്നു പോയപ്പോൾ ഈശോ ഒന്ന് ഫൗസ്റ്റീനാമ്മയിലൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചു തന്നേ ഉള്ളൂ. അവിശ്വാസത്തിൻ്റെ ആ ഒരു മൂടുപടം തോമാസ് ശ്ലീഹായിൽ നിന്ന് എടുത്തു മാറ്റിയ ദൈവം, അന്ന് തോമാസ് ശ്ലീഹ അനുഭവിച്ച ഒരു ദൈവത്തിൻ്റെ കാരുണ്യമുണ്ട്. ആ കാരുണ്യം തിരിച്ചറിഞ്ഞ് തോമാസ് ശ്ലീഹ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും തരത്തിൽ നമുക്ക് കുറവുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരുണയിലേക്ക് കടന്നു വന്നാൽ, ദൈവകരുണയുടെ തിരുനാളിലേക്ക് കടന്നു വന്നാൽ, ഇത് പാപിയുടെ അവസാന പ്രതീക്ഷയാണെന്ന് ഈശോ ദൈവകരുണയുടെ തിരുനാളിനെ പറ്റി പറയുന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് കുറവുണ്ടെങ്കിൽ, ആത്മീയമായി കുറവുണ്ടെങ്കിൽ, ഈ ദൈവത്തിൻ്റെ കരുണയിലേക്ക് കടന്നു വന്നാൽ അവൻ്റെ ഈ കുറവ് പരിഹരിക്കുമെന്നുള്ളതാണ് തോമാസ് ശ്ലീഹായിലൂടെ ദൈവം ഈശോ കാണിച്ചു തന്ന മാതൃക. ആ തോമാസ് ശ്ലീഹ കടന്നു ചെന്ന ദൈവകരുണയുടെ കവാടത്തിലേക്ക്, ആ തിരുവിലാവിലേക്ക് ഞാൻ കടന്നു ചെല്ലരുതെന്ന് പറയണമെങ്കിൽ അച്ഛനിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് ഏതാണ്? അല്പനേരത്തേക്കെങ്കിലും ഈശോ വിശുദ്ധ പത്രോസിനോട് പറഞ്ഞതുപോലെ പറയേണ്ടി വരും, പിശാചെ ദൂരെ പോയെന്ന്. എല്ലാ ബഹുമാനത്തോടെയാണ് പറയുന്നത്. ഈശോ പത്രോസിനോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പത്രോസിന്റെ ഉള്ളിലെ പിശാചിനെ ശാസിച്ചതുപോലെ ശാസിക്കേണ്ടി വരും അച്ഛാ ഇത്. കാരണം നമ്മുടെ കർത്താവിൻ്റെ കരുണയിലേക്ക് കടന്നു വരാൻ തടസ്സപ്പെടുത്തുന്നവർക്ക് അതൊന്നും നല്ലതിനല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സഭയിൽ ദൈവകരുണയുടെ ഭക്തി നിരോധിക്കപ്പെട്ടൊരു കാലം ഉണ്ടായിരുന്നു. ആ ഭക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ, ദൈവമെടുത്ത വലിയൊരു സ്റ്റെപ്പുണ്ട്. പോളണ്ടുകാരനായ ഒരു മാർപ്പാപ്പയെ ദൈവം വത്തിക്കാനിൽ പ്രതിഷ്ഠിച്ചു. അത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ 2-ാം വരവിന് വേണ്ടി ലോകത്തെ ഒരുക്കുന്ന ഒരു മാർപ്പാപ്പ, ഒരു തീപ്പൊരി ഉണ്ടാകുമെന്ന് വിശുദ്ധ ഫൗസ്റ്റീന ഡയറിയുടെ 1732 ഖണ്ഡികയിലൂടെ ഈശോ വാഗ്ദാനം ചെയ്തു. ഈ തീപ്പൊരി ആരാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും അറിയില്ല. 2-ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമാണ് കർത്താവ് നമ്മുടെ സഭയെ പ്രത്യേകമായ രീതിയിൽ ഒരുക്കുന്നതും ആ ഒരു ചൈതന്യത്തിലാണ് സഭ ഇന്ന് മുന്നോട്ട് പോകുന്നത്. സഭയിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകാം. സഭ നമ്മളെ പോലെയുള്ള സാധാരണ മക്കളുടെ, മനുഷ്യരുടെ സഭയാണ്. അതുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം. പക്ഷേ സഭ കളങ്കിതയല്ല, സഭ പരിശുദ്ധമാണ്. കാരണം സഭ കർത്താവിൻ്റെ സഭയാണ്. ഈ സഭ കർത്താവിൻ്റെ 2-ാം വരവിന് വേണ്ടി ഒരുങ്ങുന്നത് ഈ 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പഠനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ടാണ്. നമുക്കറിയാവുന്ന ചരിത്രമുണ്ട്. 2-ാം വത്തിക്കാൻ കൗൺസിൽ വിളിച്ചു ചേർത്ത മാർപ്പാപ്പ ജോൺ 23-ാമൻ പാപ്പയാണ്. പക്ഷേ അതിൻ്റെ അവസാന രേഖയിൽ ഒപ്പിടാൻ അദ്ദേഹത്തിന് സാധിക്കും മുമ്പേ കർത്താവ് അദ്ദേഹത്തെ കൊണ്ടുപോയി. വീണ്ടും ഇത് പൂർത്തിയാക്കുന്ന മാർപ്പാപ്പ പോൾ 6-ാമൻ പാപ്പയാണ്. പക്ഷേ വീണ്ടും ഇതിൻ്റെ രേഖകളിൽ ഒപ്പിടാൻ അദ്ദേഹത്തിനും സാധിച്ചില്ല, തമ്പുരാൻ കൊണ്ടുപോയി. വീണ്ടും കടന്നു വന്ന മാർപ്പാപ്പ ജോൺ പോൾ 1-ാമൻ പാപ്പ, അദ്ദേഹവും ഈ ഒരു പുസ്തകത്തിൽ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ പേജുകളിൽ ഒപ്പിട്ടിട്ടില്ല. പക്ഷെ ഒപ്പിട്ടത് ജോൺ പോൾ 2-ാമൻ പാപ്പയാണ്. 3 മാർപ്പാപ്പമാരെ കർത്താവ് കൊണ്ടുപോയി.
ആ ഒരു വെളിപാട് ദർശനം അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കർത്താവ് കൊടുത്ത വെളിപാട്, വെറുതെ ചുമ്മാതെ എഴുതിയതല്ല ആ വെളിപാടുകൾ. ഒരു പാവപ്പെട്ട കന്യാസ്ത്രീ അവളുടെ ബുദ്ധിയിൽ നിന്ന് എഴുതിയതല്ല അത്. ബുദ്ധിയിൽ നിന്ന് നമുക്ക് പലതും എഴുതാം, പല പുസ്തകങ്ങളും രചിക്കാം, പലതും പ്രസംഗിക്കാം. പക്ഷേ ആത്മാവിൻ്റെ പ്രേരണയാൽ എഴുതിയതാണ്. പോളണ്ടിൽ നിന്നൊരു തീപ്പൊരി കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഉണ്ടാകും എന്നുള്ളത് സ്വർഗീയ വെളിപ്പാടാണ്. അത് പൂർത്തീകരിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം സ്വർഗത്തിനാണ്, ദൈവത്തിനാണ്. ജോൺ പോൾ രണ്ടാമൻ എന്ന ആ വാഗ്ദാനത്തിലൂടെ ദൈവം ഈ ദൈവകരുണയുടെ തിരുനാൾ തന്നു എന്നതുകൊണ്ട് അതിന് നിരാകരിക്കരുത്. ജോൺ പോൾ രണ്ടാമൻ പാപ്പയ്ക്ക് ശേഷം വന്ന മാർപ്പാപ്പ ബെനഡിക്റ്റ് പാപ്പയും ദൈവകാരുണ്യത്തെപ്പറ്റി വളരെ സവിസ്തരം പ്രസംഗിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് പാപ്പ ദൈവകാരുണ്യത്തെ പറ്റിയിട്ട് ചെയ്ത കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണയെ തള്ളിക്കളയരുത്. നമുക്കൊരു വീഡിയോ കൂടി കാണാം. അത് ബഹുമാനപ്പെട്ട തോമസ് വാഴച്ചാരിക്കൽ അച്ഛൻ്റെ വീഡിയോ ആണ്. ദൈവകരുണയുടെ തിരുനാളിനെ പറ്റി സഭയിൽ ഇതുപോലെയുള്ള തർക്കങ്ങൾ വരുന്നുവെന്ന് കണ്ട് അച്ഛൻ ഇറക്കിയ ഒരു വീഡിയോ ആണ്. എത്ര ആത്മാവിൽ പ്രചോദിതനായാണ് അച്ഛൻ ഈ വാക്കുകൾ പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സിറോ മലബാർ സഭയിൽപ്പെട്ട പാലാ രൂപതയിൽപ്പെട്ട ഒരു വൈദികനാണ് അച്ഛൻ. ഉയർപ്പിൻ്റെ 8-ാം ദിവസം പ്രധാനപ്പെട്ട സംഭവം ഏതാണ് നമുക്കുണ്ടായിരുന്നത്? തോമാസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം അല്ലേ, പുതു ഞായറാഴ്ച. അപ്പം അങ്ങനെ ഇരിക്കെ പൗഷ്ടികന വഴിയായിട്ട് ഈ കരുണയുടെ തിരുനാൾ ഈ പുതിയ ഞായറാഴ്ച വരുമ്പോൾ അതേക്കുറിച്ചുള്ള കുറേ ശങ്കകളും സംശയങ്ങളും ഒക്കെ ഉണ്ട്. ആ ദിവസത്തെ മാറ്റി വെച്ചുകൊണ്ട് ഫൗസ്റ്റീന വന്ന് കയറുകയാണോ, ഫൗസ്റ്റീന വന്ന് ഇടിച്ചു കയറി തോമാസ് ശ്ലീഹായെ ഉന്തി മാറ്റുകയാണോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ട്. തോമാസ് ശ്ലീഹായുടെ പുതുഞായറിൻ്റെ ആ വിശ്വാസ പ്രഖ്യാപനവും ഫൗസ്റ്റീന വഴിയുള്ള ഈ കരുണയുടെ ദിവസം ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ നമുക്കറിയാം, ഫൗസ്റ്റീന വിശുദ്ധയെ കരുണയുടെ അപ്പസ്തോലയായിട്ട് ഈശോ ഈ നാളുകൾ കാണിച്ചു തരുമ്പോൾ വാസ്തവത്തിൽ മാർത്തോമ്മ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന നമുക്ക് ഒരുപക്ഷെ അതിനേക്കാൾ അഭിമാനത്തോടെ പറയാൻ പറ്റും, കരുണയുടെ അനുഭവം ആദ്യമായിട്ട് സ്വന്തമാക്കിയ അപ്പസ്തോലനാണ് തോമാസ് ശ്ലീഹ. ഈശോയുടെ മുറിവിൻ്റെ സ്പർശനം കിട്ടി അവിശ്വാസത്തിന് അഴുക്ക് മുഴുവൻ മാറിയ ആ വലിയ മഹാവിശുദ്ധൻ. അപ്പോൾ നമ്മൾ ഈ കരുണയുടെ ഒന്നാമത്തെ അപ്പസ്തോലനാണ് തോമാസ് ശ്ലീഹ. ഇത് നമ്മൾ മാർത്തോമ്മ ക്രിസ്ത്യന് പ്രത്യേകിച്ചും കേരള ക്രൈസ്തവർ ആഘോഷമായിട്ട് തിരിച്ചറിയേണ്ടതാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഈ പുതിയ ഞായറാഴ്ച തോമാസ് വിശ്വാസ പ്രഖ്യാപനത്തെ പറ്റി പറയുന്നിടത്ത് നമുക്ക് എങ്ങനെയോ കിട്ടാതെ പോയി, നമ്മളെങ്ങനെയോ തിരിച്ചറിഞ്ഞില്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഫൗസ്റ്റീനയുടെ മുൻപിലാണ് കരുണയുടെ തിരുനാളിൻ്റെ ആഘോഷവുമായിട്ട് തോമാസ് ശ്ലീഹ നിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിശ്വാസത്തിൻ്റെ അഴുക്ക് മാറിയിട്ട് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം, പരിശുദ്ധാത്മാ അഭിഷേകം നിറയുന്നു. അതാണ് ചുമന്ന കതിരുകളും ഈ വെളുത്ത കതിരുകളുമായിട്ട് നമുക്ക് ആ കരുണയുടെ ചിത്രത്തിൽ നമുക്കിന്ന് അങ്ങനെ ലഭ്യമായിട്ട് കിട്ടിയിരിക്കുന്നത്. അവിടെ സഹോദര സഹോദരങ്ങളെ, ഈ പുതിയ ഞായറാഴ്ചയും കരുണയുടെ തിരുനാളും ഒരു തരത്തിലും പരസ്പര വൈരുദ്ധ്യമുള്ളതല്ല, അതൊന്നു തന്നെയാണ്. നമുക്ക് നമ്മുടെ തോമാസ് ശ്ലീഹായെ വിശുദ്ധ മാർത്തോമ്മ ആയിട്ട് കിട്ടിയത് തമ്പുരാൻ്റെ കരുണ അദ്ദേഹം അനുഭവിച്ചത് കൊണ്ടാണ്. ആ കരുണ നമ്മൾ അനുഭവിച്ചെങ്കിലേ നമ്മളും ആ തോമാസ് ശ്ലീഹായുടെ ഉള്ള അനുഭവത്തോടെ ഈശോയ്ക്ക് ചേർന്ന മക്കളായിട്ട് മാറുകയുള്ളൂ എന്നൊരു വലിയ പാഠമാണ് തോമാസ് പഠിപ്പിക്കുന്നത്. ഞാൻ മുമ്പ് പറയുകയുണ്ടായി, പൗസ്റ്റീനായിട്ട് ഡയറി പറഞ്ഞു, എൻ്റെ ആത്മാവിൻ്റെ അന്തരാളങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങിയ ദൈവ കരുണ എന്ന പുസ്തകത്തിൻ്റെ പേര്. നമ്മൾ ഈ കരുണയുടെ നവനാളിൻ്റെ 9 ദിവസവും അത് ചൊല്ലിയപ്പം ആവർത്തിച്ച ഒരു ഫ്രേസ് ഉണ്ട്. ഈശോ തന്നെ പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിച്ച് കിട്ടിയിരിക്കുന്ന ഒരു പക്ഷേ ഏക നവനാൾ പ്രാർത്ഥനയാണ്. ഒരുപാട് നവനാൾ പ്രാർത്ഥന നമുക്കുണ്ട്. ഈശോ തന്നെ പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിച്ച് അത് അൾത്താരിൽ നിന്ന് വിശുദ്ധയായിരിക്കുന്ന ഫൗസ്റ്റീന ആത്മീയപിതാവിൻ്റെ നിർദ്ദേശാനുസരണം കുറിച്ച ഡയറിയിൽ കൃത്യമായിട്ട് പങ്കുവച്ചിരിക്കുന്നു. നമ്മുടെ മാർത്തോമ്മ ശ്ലീഹായോട് ഈശോ അന്ന് ഈ അനുഭവം കഴിഞ്ഞപ്പം നിനക്ക് കിട്ടിയ അനുഭവം നീ എഴുതണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ
മാർ തോമാസ് എഴുതുന്ന പുസ്തകത്തിന്റെ പേരെന്തായിരുന്നിരിക്കും? തോമാസ് എഴുതുന്ന പുസ്തകത്തിന്റെ പേരെന്തായിരിക്കും? എൻ്റെ ആത്മാവിൻ്റെ അന്തരാളങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങിയ ദൈവകരുണ ആണോ? അല്ല, അവന് എന്നാ എഴുതുന്നത്? ഞാൻ അവിശ്വാസിയായിട്ട് ചാട്ടിയും പിടിച്ച് മറുതലിച്ചുകൊണ്ട് മാറി നിന്നപ്പം കർത്താവ് വന്നിട്ട് എന്നെ പേര് പറഞ്ഞ് വിളിച്ചിഞ്ഞ് വരാൻ പറഞ്ഞിട്ട് ആ കരുണയിലേക്ക് എൻ്റെ ജീവിതത്തെ മുക്കിയെടുത്തു. വിലാവി കൈ വെക്കാൻ പറഞ്ഞിട്ട് എൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ കരുണ ഒഴുകി ഇറങ്ങി. അവിശ്വാസത്തിൻ്റെ കറയെല്ലാം ദൂരെ പോയി. ഞാൻ എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു. മാർവാലാഹ്. 8-ാം ദിവസം ഈശോ പ്രത്യക്ഷപ്പെടുമ്പം തോമ ഇങ്ങനെ വിഷമിച്ച് ചാട്ടി പിടിച്ച് നിൽക്കുന്നു. ഈശോ നേരെ തോമ ഇവിടെ വന്നേ. തോമാശ്രീയുടെ ശാഠ്യത്തിന്റെ വാക്കുകൾ എന്താണോ അതേ വാക്ക് അങ്ങോട്ട് പറഞ്ഞിട്ട് വിളിച്ച്, എന്നുവെച്ചാൽ തമ്പുരാൻ താന്നു കൊടുക്കുകയാണ്. തോമാശ്രീക തന്റെ സ്നേഹം കൊണ്ടായിരിക്കാം, ഈശോയുടെ സ്നേഹം കൊണ്ടാ. പക്ഷെ ആ സ്നേഹത്തിന്റെ പേരിലാണ് പപ്പസ്തലന്മാർ ബാക്കി 10 പേര് പറഞ്ഞിട്ടും കേൾക്കാതെ ഒറ്റയ്ക്ക് നിന്ന് മറുതലിച്ച് നിന്ന തോമ. ആ തോമയുടെ മറുതലിപ്പിന്റെ ശാഠ്യത്തിലേക്ക് ഈശോ ഇറങ്ങി ചെല്ലുകയാ, താന്നു ചെല്ലുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ കരുണ. ഈശോ അവിടെ വന്ന് എല്ലാ പുസ്തകം നോക്കിയിട്ട് ഈശോയ്ക്ക് പറയാമല്ലേ, തോമ ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ നീ എവിടെയായിരുന്നു? നീ എവിടെ പോയതായിരുന്നു? ഈശോ കണക്ക് വയ്ക്കാൻ വേണമെങ്കിൽ ഇല്ലേ, ബാക്കി 10 പേരുണ്ടായിരുന്നല്ലോ ഇവിടെ. യുവദാസ് പോട്ടെ, നീ എവിടെ പോയതായിരുന്നു? ഈ കൂട്ടം വിട്ട് പോകാൻ ഞാൻ പറഞ്ഞതല്ലേ? ഒരു ദിക്ക് വഴക്ക് പറയാം അവിടെ. ഇനി 2-ാമത്തെ കാര്യം, ഇന്നൊരു അപ്പസ്തലന്മാർ കൂട്ടുകാരെല്ലാം പറഞ്ഞതല്ലേ ഞാൻ വന്നെന്ന്. ഞാൻ നേരത്തെ 3 ദിവസം പറഞ്ഞതാ ഞാൻ ഉയർക്കുമെന്ന്. എന്നിട്ട് വിശ്വസിച്ചോ? ഇല്ലല്ലോ. ഇത്രയും ഞാൻ നോക്കിയിട്ടും നിനക്ക് സ്വീകരിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് ഗെറ്റ് ഔട്ട്. ഈ മല്ല് കാണിച്ചവൻ അവിശ്വാസി പോട്ടെ, പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നവനൊപ്പം. നമുക്കറിയാം പുകഞ്ഞ കൊള്ളി അകത്തുനിന്നാണ്. പുകയും തിരികെടുത്തുകയില്ല, ചതഞ്ഞ് അങ്ങനെ പിടിക്കുകയില്ല, ചേർത്ത് പിടിക്കുകയാണ്. അതാണ് ദൈവത്തിൻ്റെ കാരുണ്യം. അപ്പൊ ഇന്ന് തോമാശ്രീക മാർത്തോമാശ്രീക ആയിട്ട് ആൾക്കാർ നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ ഏക കാരണം ദൈവത്തിൻ്റെ കരുണയാണ്. ആ കരുണയിലൂടെയാണ് തോമായുടെ അവിശ്വാസത്തിൻ്റെ കറയെ ഈശോ തൻ്റെ തിരിച്ചോര കൊണ്ട് കഴുകിയത്. ഇതാണ് പുതിയാരുടെ സന്ദേശം. ഈ ഒരു വ്യക്തത എങ്ങനെയോ ഇത്ര നൂറ്റാണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അത് ഈ നാളുകളിൽ പൗഷ്ടികന വിശുദ്ധ വഴിയായിട്ട് ഇങ്ങനെ തമ്പുരാൻ പുതിയ വെളിപ്പെടുത്തലെന്ന് പറയാം. ഈ പുതിയ ഞായറാഴ്ച തോമാസ് വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ഏക കാരണം എൻ്റെ കരുണയാ. അല്ല അവൻ പുറത്തു പോയേനെ. എൻ്റെ കാരുണ്യം കൊണ്ടാണ്. അവനെ ഞാൻ എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുത്തു. നിങ്ങൾ നിരന്തരം ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഈ ജെയിംസ് അച്ഛൻ പറഞ്ഞ്, അച്ഛൻ ഇതേപ്പറ്റി പറഞ്ഞു വരുമ്പം അച്ഛൻ പറയാണ്, മാർപ്പാപ്പമാർ പഠിപ്പിക്കുമ്പം മാർപ്പാപ്പയ്ക്ക് 4 പൊസിഷനുണ്ട്. ഒരു പൊസിഷൻ മാർപ്പാപ്പയുടെ ഒരു സ്ഥാന പ്രസക്തി എന്ന് പറയുന്നത് ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ. ആ രീതിയിൽ മാർപ്പാപ്പ പഠിപ്പിക്കുമ്പം സഭ മുഴുവനും അത് സ്വീകരിക്കണം. 2-ാമത്തെ പ്രസക്തി ലാറ്റിൻ സഭയുടെ പാത്രിയർക്കീസാണ് മാർപ്പാപ്പ, ഒരു 2-ാമത്തെ ഒരു മേഖല. ഇനി 3-ാമത് റോമാരൂപതയുടെ മെത്രാനാണ് മാർപ്പാപ്പ. ഇനി 4-ാമത് മാർപ്പാപ്പയുടെ പ്രസക്തി എന്താണ്? വത്തിക്കാൻ എന്നുള്ള രാജ്യത്തിൻ്റെ തലവനാണ്. അപ്പം ഈ ജെറുസലേം പറയുമായിരുന്നു, മാർപ്പാപ്പ ഈ കരുണയുടെ തിരുനാള് പറഞ്ഞ് പഠിപ്പിച്ചത് ലത്തീൻ സഭയ്ക്ക് വേണ്ടിയിട്ടാണ്, അത് കത്തോലിക്ക സഭയ്ക്ക് മുഴുവൻ വേണ്ടി അല്ല എന്നൊരു അച്ഛൻ പറഞ്ഞിരിക്കുക. അത് ഞാൻ തർക്കിക്കാൻ വേണ്ടി പറയുകയല്ല. പക്ഷെ ഈ സ്വർഗത്തിലെ തമ്പുരാൻ ഇത് ലത്തീനും സീറോ മലബാറും മലങ്കരയും 24 സഭകൾ അങ്ങനെ തിരിയുന്നതിന് മുമ്പുള്ള കരുണയുടെ പ്രഘോഷണവും പ്രഖ്യാപനവും വെളിപ്പെടുത്തലുമാണ് പുതു ഞായറാഴ്ച ഈശോ തോമാശ്ലീഹ വഴി ചെയ്തത്. അത് കഴിഞ്ഞിട്ടേ ലത്തീൻ സഭയും സീറോ മലബാറും മലങ്കരയും 24 സഭകളായിട്ട് തിരിഞ്ഞു വന്നിട്ടുള്ളൂ. അപ്പം ഇന്ന് സ്വർഗത്തിലെ തമ്പുരാന് മനുഷ്യ തൻ്റെ സഭാമക്കൾക്ക് ഒരു പ്രത്യേക വെളിപാടൊന്ന് അടിവരിട്ട് കൊടുക്കണമെങ്കിൽ സ്വർഗത്തിലെ ദൈവം 24 സഭകളിൽ നിന്നും ഓരോ പൗഷ്ടികന്മാരെ കണ്ടുപിടിച്ച് അവർ വഴി ഈ പ്രബോധനം കൊടുത്തെങ്കിലേ അത് നമ്മൾ സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അത് എവിടെ ചെല്ലും? ദൈവം ഇടപെടുമ്പം അബ്രാഹത്തെ വിളിച്ചു. അബ്രാഹത്തിന്റെ കുടുംബക്കാർക്ക് വേണ്ടി മാത്രമാണ് അബ്രാഹത്തെ വിളിച്ചത് അല്ല. ആ വിളി മനുഷ്യർക്ക് മുഴുവനും വേണ്ടിയിട്ടാണ്. ഇസ്രായേൽക്കാരെ തെരഞ്ഞെടുത്ത് വളർത്തി. അത് ആ ജനതയ്ക്ക് വേണ്ടി മാത്രമാണോ? അതുവഴി ലോകത്തിന് മുഴുവൻ രക്ഷ കിട്ടാനാ. അതുകൊണ്ട് ആ ദൗത്യം പൂർത്തിയാക്കി ഈശോ പറഞ്ഞു, നിങ്ങൾ പോയി എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കണം.
അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ ഒരു വ്യക്തിക്ക് കിട്ടുന്ന വെളിപാട് മനുഷ്യർക്ക് മുഴുവനും ഉള്ളതാണ്. തമ്പുരാൻ അവിടുന്ന് ആരും തിരഞ്ഞെടുക്കുന്നു പവിഷ്ഠനെ എടുത്തതിന് വേണ്ടിയിട്ട്. പുതിയ കാര്യം ഒന്നുമല്ല. അവിടെ ദൈവ ശരീരമായിട്ട് വന്ന ഈശോ. അപ്പൊ ഈശോയ്ക്ക് നമ്മൾ നോക്കണം. ഈശോ അനുഭവം പങ്കുവെച്ചതാണ് അപ്പസ്തലന്മാർക്ക് കിട്ടിയത്. അവിടേക്ക് നമ്മൾ നോക്കുന്നതിന് ലത്തീസഭയാണോ സീറോ മലബാറാണോ ഇതൊന്നും തടസ്സമല്ല. അതിനെല്ലാം അപ്പുറത്തുള്ള ഉറവിട അനുഭവത്തിന്റെ പങ്കുവെക്കലിന്റെ മേഖലയാണിത്. അതുകൊണ്ട് ഇത് മാർപ്പാപ്പ പഠിപ്പിക്കുമ്പോൾ അത് ഒരു സഭയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, വചനത്തിന്റെ ഉൾക്കാഴ്ചയ്ക്ക് നമ്മളെല്ലാം ഇറങ്ങിച്ചെല്ലുന്നതാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ലത്തീസഭയേക്കാൾ കൂടുതൽ കരുണയുടെ തിരുനാൾ ആഘോഷിക്കാനുള്ള അവകാശമുള്ളത് മാർത്തോമ സഭയിലെ അംഗങ്ങൾ, മാർത്തോമയുടെ പൈതൃകമുള്ള മാർത്തോമ ക്രിസ്ത്യാനികളുടെ സഭയിലെ അംഗങ്ങൾക്കാന്ന് വേണേൽ പറയാം. അങ്ങനെ വാദിക്കാനല്ല പറയുന്നത്. കാരണം ഈ പുതിയ ഞായറാഴ്ച ഇതുപോലെ ആഘോഷിച്ചു കൊണ്ടുവരികയാണ്. തോമസിന്റെ മക്കളെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാം ദുഃഖാനയായിട്ട് ആഘോഷിക്കുകയാണ്. അത് കരുണയുടെ ആഘോഷമാണെന്ന് നമ്മൾ എങ്ങനെയോ തിരിച്ചറിഞ്ഞില്ല. അത്ര മാത്രമേ ഉള്ളൂ. അത് ഇനിയെങ്കിലും തിരിച്ചറിയണം. അവിടെ പുതിയ ഞായറാഴ്ച നമുക്ക് ആഘോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഒരുമിച്ച് ദൈവ കരുണയുടെ അനുഭവം, ഈ കരുണയുടെ ചിത്രത്തിന്റെ കതിരുകൾ, ആ കതിരുകളിലേക്ക് ചുമന്ന കതിര് തിരുരക്തം അതിലേക്ക് തോമാസിനെ കൊണ്ടുവന്ന് കഴുകിയിട്ട് വിശ്വാസത്തിന്റെ ജ്വലിക്കുന്ന അനുഭവം, വെള്ള കതിരുകൾ, ജീവജലം, പശുത്താത്മാവ് ഉണ്ടോ, രക്തവും ജലവും. അവിടെ ഒരു വൈരുദ്ധ്യത്തിൻ്റെയും പ്രസക്തി ഇല്ല എന്നുള്ളത് തിരിച്ചറിയണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹോദരങ്ങൾ, നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ കരുണയുടെ തിരുനാളിൻ്റെ പ്രസക്തി ഞാൻ ഒരു ചിന്തയൊന്ന് പറയുകയായിരുന്നു. നമുക്കത് പുതിയ ഞായറാഴ്ചയുമായിട്ട് ഒരു തരത്തിലും ഒരു ക്ലാഷുള്ള വിഷയമല്ല. ആഴത്തിൽ ഉൾച്ചേർന്ന് നമ്മുടെ പിതാവായ തോമാശ്ലീഹ ദൈവകാരുണ്യം എങ്ങനെ അനുഭവിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയോ കയറിപ്പോയ വിശ്വാസത്തിൻ്റെ കറയെ കഴുകി വിശ്വാസത്തിൻ്റെ ജ്വലിക്കുന്ന അഭിഷേകത്തിലേക്ക് വന്നു. അതുപോലെ ഈ സഭമക്കൾ അല്ലെങ്കിൽ ദൈവമക്കൾ എല്ലാവരും കടന്നു വരാനായിട്ട് അവിടുന്ന് ഒരുക്കിയ ദിവസമാണ് പുതു ഞായറാഴ്ച, കരുണയുടെ തിരുനാൾ ദിവസം. അങ്ങനത്തെ ഒരു വലിയ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവട്ടെ. വളരെ വ്യക്തമാണല്ലോ അല്ലേ കാര്യങ്ങളൊക്കെ. അച്ഛൻ എത്ര മനോഹരമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത്. തോമാശ്ലീഹ അനുഭവിച്ച ദൈവത്തിൻ്റെ കരുണ നമ്മളും അനുഭവിക്കണം എന്ന് അച്ഛൻ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ കാരണസഹിതം അച്ഛൻ പറഞ്ഞു തന്നു. തോമാശ്ലീഹായിലുണ്ടായിരുന്ന അവിശ്വാസത്തിൻ്റെ കറ കഴുകിക്കളഞ്ഞത് ഈ ദൈവ കരുണയാലാണെന്ന് അച്ഛൻ നമ്മളെ കൃത്യമായി ബോധിപ്പിച്ചു. ഇനി താമരശ്ശേരി രൂപതയുടെ അഭിവന്യ മെത്രാൻ, അഭിവന്യ റെമീജിയസ് പിതാവിൻ്റെ വാക്കുകൾ കൂടി കേൾക്കാം. ഈ ദൈവകരുണയ്ക്കെതിരെ ആര് നിന്നാലും അത് വിലപ്പോവില്ല എന്നുള്ളത് പിതാവിൻ്റെ മനോഹരമായ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അക്ഷരജ്ഞാനമില്ലാത്ത ആ സന്യാസിനി എഴുതിയ ആ ഡയറി, അത് കാരുണ്യത്തിൻ്റെ മഹാസാഗരം. അത് നമുക്ക് നൽകുന്നത് കരുണയുടെ ജപമാല മാത്രമല്ല, ഈ കരുണയുടെ ഞായറാഴ്ച, ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച കരുണയുടെ ഞായറാഴ്ചയായിട്ട് പ്രഖ്യാപിക്കണമെന്ന് ഈശോ ആ പാവപ്പെട്ട സന്യാസിനിയോട് എത്ര തവണയാണ് ഡയറിയിൽ ആവശ്യപ്പെട്ടത്? 14 തവണ ആവശ്യപ്പെട്ടു. കരുണയുടെ മനോഹരമായൊരു ചിത്രം അവരിലൂടെ ദുർബലയായ സന്യാസിനിയിലൂടെ നൽകുക. വളരെ കുറഞ്ഞ കൈവിരൽ എണ്ണാവുന്ന വർഷങ്ങൾ മാത്രം സന്യാസിനിയായി ജീവിച്ച വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ, അക്ഷരജ്ഞാനമില്ലാതിരുന്ന ആ സന്യാസിനിയിലൂടെ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം എത്ര പെട്ടെന്നാണത് ആളി പടർന്നത്. ആ സന്ദേശത്തെ ആ ഡയറിയിലൂടെ നൽകിയ ഈശോയുടെ വലിയ കരുണയുടെ സന്ദേശം ഇല്ലാതാക്കുവാനുള്ള പരിശ്രമങ്ങൾ വിവിധ ഭാഗത്തു നിന്നുണ്ടായി. 1958 ഇനി ഈ കരുണയുടെ ഡയറി ആരും വായിക്കാൻ പാടില്ല എന്ന് വത്തിക്കാനിൽ നിന്ന് നിർദ്ദേശം. അതേ വർഷം തന്നെ നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആർക്കാണ് എൻ്റെ കരുണയുടെ സന്ദേശം നിയന്ത്രിക്കാൻ സാധിക്കുക എന്ന് ദൈവം ചോദിച്ചുകൊണ്ട് ക്രാക്കോവിൽ ഒരു ഓക്സിലറി ബിഷപ്പ് കരോൾ വോയിറ്റ, 64 ക്രാക്കോവിലെ ആർച്ച് ബിഷപ്പ്, തുടർന്ന് കർദിനാള്. ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് ലോകം വിചാരിക്കുമ്പോൾ 1978 സഭയുടെ തലവനായി ഉയർത്തപ്പെടുകയാണ്. എന്ത് അത്ഭുതം! കരുണയുടെ വലിയ അത്ഭുതം നമുക്ക് കാണാൻ സാധിക്കുകയാണ്.
മാർപ്പാപ്പയെ പോളണ്ടിൽ നിന്നും ദൈവം എന്തുകൊണ്ട് വത്തിക്കാൻ സിംഹാസനത്തിലേക്ക് കൊണ്ടുവന്നു? 78 തന്നെ ഈ കരുണയുടെ ഡയറിയിൽ മേൽ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം പിൻവലിച്ചു എന്നുള്ളത് യാദൃശികമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. കരുണ ദൈവം എത്രമാത്രം ആഗ്രഹിക്കുന്ന ഒരു സന്ദേശമാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, കരുണയുടെ ഡയറി പൂർണ്ണമായിട്ട് എനിക്ക് വായിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ 81 വെടിയേറ്റ് ഞാൻ ആശുപത്രിയിലും വിശ്രമത്തിലുമായിരിക്കുന്ന 3 മാസം ഡയറി പൂർണ്ണമായും ഞാൻ വായിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖം എത്ര അഗാധമായ സ്നേഹത്തിൻ്റെ ദൃശ്യമാണ് കാണുവാൻ സാധിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വലിയ ആഗ്രഹം നമുക്ക് സാധ്യമാക്കി തന്നുകൊണ്ട് 2000 വിശുദ്ധ ഫൗസ്റ്റീനയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുകയും ഈ കരുണയുടെ ഞായറാഴ്ച, ഉദ്ധാനം കഴിഞ്ഞുള്ള അടുത്ത ഞായറാഴ്ച ഉറക്കെ പ്രഖ്യാപിച്ച് നമുക്ക് നൽകുകയും ചെയ്തു. കരുണയ്ക്കെതിരായിട്ട് എന്തെങ്കിലും ഉണ്ടോ, അവിടെ അതിനൊന്നും ഒരു നിലനിൽപ്പില്ല എന്ന് അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ കരുണയുടെ ഞായർ. ഈ കരുണയ്ക്ക് എതിരായിട്ട് ആരെങ്കിലും നിൽക്കുന്നത് ദൈവത്തിന് ക്ഷമിക്കാൻ കഴിയാത്തതുപോലെ വേദനയാണ്. അവിടെ ദൈവം കൃത്യമായിട്ട് ഇടപെടുന്നത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. അഭിമന്യ പിതാവ് പറഞ്ഞത് കേട്ടല്ലോ, കരുണയ്ക്കെതിരായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നിലനിൽപ്പില്ല. അച്ഛാ, ദയവ് ചെയ്ത് അച്ഛൻ തിരുത്തണേ. ഇത് സാധാരണ ഒരു തിരുനാളല്ല അച്ഛാ. ഇത് സാധാരണ ഒരു വെളിപാടല്ല. ഇത് എല്ലാ സ്വകാര്യ വെളിപാടുകളെയും പോലെ തള്ളിക്കളയേണ്ട ഒരു വെളിപാടല്ല. ഇത് ഈശോ തന്നെ സ്ഥാപിച്ച ഒരു തിരുനാളാണ്. നമ്മൾ ഈ തിരുനാളിന് എതിരായിട്ട് ശബ്ദമുയർത്തരുത്. എൻ്റെ വിനീതമായിട്ടുള്ള ഒരു അപേക്ഷയാണിത്. കാരണം അത് ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് പോലെയാണത്. ഇരുമ്പാണിമേൽ തൊഴിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അറിയാലോ. ഇത് സാധാരണ ഒരു വെളിപാടല്ല. ഇത് സഭ അംഗീകരിച്ച അനേകം വെളിപാടുകളിൽ വെറും ഒന്നായിട്ട് മാത്രം ഇതിനെ കണക്കാക്കരുത്. കാരണം സഭ അംഗീകരിച്ച എല്ലാ വെളിപാടുകളും ആഘോഷിക്കപ്പെടുന്നില്ലെന്നുള്ള കാര്യം അച്ഛൻ ഓർക്കണം. പക്ഷെ ഇത് ആഘോഷിക്കണമെന്ന് സഭ പറഞ്ഞു തന്നിട്ട് നമ്മൾ ആഘോഷിക്കാതിരുന്നാൽ നമ്മൾ വലിയൊരു കൃപ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മനുഷ്യകുലം മുഴുവനും അനുഭവിക്കേണ്ടതായിട്ടുള്ള കൃപ അത് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. മലയാളിയാണ്, കേരളക്കാരനാണ് എന്നോർത്ത് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. കേരളത്തെ പറ്റിയിട്ട് ഞാൻ അഭിമാനത്തോടെ ഓർക്കും. ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ പറയുമ്പോൾ ഞാനതിന് കൊടുക്കുന്ന വ്യാഖ്യാനം ഇതാണ്: ലോകം മുഴുവനും ആത്മീയ വെളിച്ചം നൽകുന്നവരാണ് മലയാളികൾ. ലോകത്തിൻ്റെ ഏത് കോണിലായിക്കോട്ടെ, ഏത് മതത്തിലായിക്കോട്ടെ. നമുക്കറിയാം, ഹൈന്ദവ മതത്തിൽ ഒരു ശങ്കരാചാര്യനുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിൽ നിന്ന് പോയതാ. പക്ഷേ ഇന്നും ലോകത്ത് വെളിച്ചം വീശുന്നവർ, ഇന്നും ലോക സഭകളിൽ വെളിച്ചം വീശുന്നവർ മലയാളികളാണ്. ഈ കൊച്ചു കേരളത്തിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് ഈ കേരളത്തിൻ്റെ നാട് ഈ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അതിന് ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ കയ്യൊപ്പ് അതിലുണ്ടെന്ന് മാത്രമേ പറയാനുള്ള അച്ഛാ. എനിക്ക് അച്ഛനോട് ഒരു ദേഷ്യ വെറുപ്പോ ഒന്നുമില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അച്ഛനിൽ നിന്ന് വന്ന ഈ വാക്കുകളെ മാത്രമാണ് ഞാൻ വിമർശിച്ചത്. ഈ വാക്കുകളെ മാത്രം. അച്ഛൻ്റെ എല്ലാ പ്രബോധനങ്ങളും തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ പറയാൻ മാത്രം ഞാൻ ആരുമല്ല. പക്ഷെ ഈ ഒരു കാര്യത്തിൽ എനിക്കിത് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. ഈ വീഡിയോ ഞാൻ അച്ഛനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അച്ഛൻ്റെ വീഡിയോ കണ്ടിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എൻ്റെ മുമ്പിൽ അച്ഛൻ്റെ വീഡിയോ എത്തിച്ചതും എൻ്റെ ഒരു പ്രിയ സുഹൃത്താണ്. അങ്ങനെയുള്ളവർ ഇനിയും സംശയചിത്തരായി മാറി നിൽക്കാതിരിക്കട്ടെ. ദൈവകരുണയിൽ നിന്ന് ആവോളം നികരട്ടെ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.